ഐ ക്യാൻ സീ ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ കാണാൻ പറ്റുന്നില്ല, എന്താ എഴുതിയിട്ടുണ്ട്. Somebody please get him to the hospital right now. സോറി ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അമ്മ ഫുഡ് എടുക്കാൻ വൈകിയതാ. ബസ് വന്നോ? ഇല്ല, ബസ് വന്നിട്ടില്ല. ഇന്നത്തേക്ക് 31ാമത്തെ പ്രാവശ്യം നീനോട് പറയണം ഭക്ഷണം എടുക്കാൻ വൈകുന്നു. എനിക്കറിയത്തില്ലേ വൈകാമേ. ഇപ്രാവശ്യം കൂടി സഹിക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ ഡയലോഗ് പിടിക്കാം. ഓക്കെ? നിനക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാ ഡ്യൂട്ടി? ഇന്ന് കാഷ്വാലിറ്റിയിലാ. നീയോ? ആദ്യത്തെ 3 മണിക്കൂർ OP-യാ, പിന്നെ എമർജൻസിലോട്ടാ. എന്നാ ഞാൻ ഇവിടെ കാണും. ബസ് വന്നല്ലോ. Sir, somebody is trying to stop us. അതുകൊണ്ടാണ് ലിയാമിന് ആ നോട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്. Then try to find it, Nova. എനിക്കത് കിട്ടിയേ തീരൂ. നൂർ, ജെനിഫർ മാം കോളിംഗ് യു. അറിയാ, take care of her. Ma'am, did you call me? Yes, Noor. I want help from you. Yes, ma'am. Noor, can you please look after the patient in room number 107? I have to attend a OT immediately. Please. Sure, ma'am. I will. And Noor, 1 minute. Treat them well. They are VVIP. Yes, ma'am. Welcome, Mr. Marcus. I have been waiting for you for a long time. Me too, Mr. Edward. Have we talked about the deal? Even 25th, ശനിയാഴ്ച അന്നായിരിക്കും 600 ടൺ ലിക്വിഡ് ഡ്രഗ് നിന്റെ പേരിൽ നിന്റെ പോർട്ടിൽ അതെത്തിക്കാൻ പോകുന്നത് for $1,600 million. Are you agreed? I don't need any mediator. You can live. With 20 Asian women. Do you agree? Now? This was accepted by David Antonio. ഞാൻ അവരോട് പറഞ്ഞിരുന്നു. What is your opinion now? Deal. Talk to Alex. Sir, നമ്മൾ ഇന്നലെ ടേബിളിന്റെ അടുത്ത് പോയില്ലല്ലോ. സോ എന്തിനാ കള്ളം പറഞ്ഞേ? വലിയ വലിയ നേട്ടങ്ങൾക്ക് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാം. അത് നീ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിച്ചോളൂ. ഇവിടെ നമുക്ക് ഡേവിഡ് ഒരു തുറുപ്പ് ചീട്ടാണ്. അതെന്താ മാർക്കസ് സാറ് ഡേവിഡ് സാറിനെ പറ്റി പറഞ്ഞപ്പോ പെട്ടെന്ന് ഓക്കെ പറഞ്ഞത്? ക്ലാഷ് ബിറ്റ്വീൻ ദം? അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സീക്രറ്റാ. അതിനെ ചെകന്ന് നോക്കാൻ പോയിക്കുന്ന ഉടലിനെ വലിയ തല കാണില്ല. ബിക്കോസ് ഈ 2 വ്യക്തികളും 2 ധ്രുവങ്ങളിൽ ആൾക്കുന്ന ആൾക്കാരാണ്. ഡേവിഡ് സാറ് ഈ ഡാർക്ക് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്ന ആളല്ലേ? അതാണ് ആദം സാറിനേക്കാളും പവർ വരാൻ കാരണം. പവറിലൊരു കാര്യമല്ല. ആദം ബുദ്ധി കൊണ്ട് കളിക്കുമ്പോ ഡേവിഡ് യൂസിങ് ബ്ലാക്ക് മാജിക്. അതിൽ തെറ്റില്ല. രണ്ടുപേരുടെ പവറൊക്കെ ഒന്ന് തന്നെയാണ്. ബട്ട് ക്യാരക്ടർ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ മിഖായലിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ലിയാമിനെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിഖായൽ സാർ നേരിട്ട് ഇറങ്ങാമെന്നാണ്. സാറിനോട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നത്. May I do that? Do whatever you can do. I only want the book.
Liam, Mikhail uncle is calling. Dad? ഞാൻ നോക്കാം, ഞാൻ ശ്രമിക്കാം. സർ, ഞാൻ റൗണ്ട്സിന് വന്നതാണ്. ജെനിഫർ മാം പറഞ്ഞിട്ട്. Can I check your vitals, please? Yeah, sure. What is your name? നൂറുനിഫ. സർ, താങ്കളുടെ BP ലോ ആണ്. ഞാൻ മരുന്ന് എഴുതുന്നുണ്ട്. ഒരു 2 മണിക്കൂറിന് ഡിസ്ചാർജ് ചെയ്താം. Okay, cool. Anyway, nice to meet you. I'm Liam Mikhail Richard. Nova, Conrad Davis' son. She will pave the way for us. How? She is the angel. നൂർ, നമുക്ക് പോയാലോ? അതെ, ഇപ്പൊ ഇറങ്ങാം വൈദു. വെയിറ്റ്. നൂർ, ഇന്ന് സാറ്റർഡേ അല്ലേ, നമുക്കൊന്ന് ഡൗൺ ടൗൺ വരെയും പോയാലോ? നമുക്ക് നാളെ അമ്മച്ചിയുടെ അടുത്ത് വരാൻ പോണം. ഞാൻ കൊറേ ആയി പോയിട്ട്. ശരി, പോവാം. ഇപ്പൊ നമുക്കൊരു കോഫി കുടിക്കാവാ. വൈദു, എനിക്ക് നല്ല തലവേദന. നമുക്കൊരു കോഫി കുടിച്ചാലോ? എനിക്കും വാ, നമുക്ക് ആ കാഫേ കയറാം. രണ്ട് ഹോട്ട് കോഫീസ്. സോറി, ഞാൻ അറിയാതെ. സോറിയോ? എത്ര രൂപയുടെ ഡ്രസ്സാണെന്നറിയാവോ? ഇറങ്ങിക്കോളൂ രാവിലെ. 2 കണ്ണുണ്ടല്ലോ മുഖത്ത്. പെണ്ണുമ്പോളെ അധികം ഷോ ഇറക്കാന്നില്ല. ഞാൻ സോറി പറഞ്ഞല്ലോ. പിന്നെ ഇത് പ്രശ്നം? ജസ്റ്റ് ഒരു കോഫി അല്ലേ വീണുള്ളൂ. എന്നിട്ട് മണ്ണെണ്ണ വീണ പോലെയാ കാട്ടായം. ഇവ മതി, നിർത്ത് വൈദു. നീ വിട്ട്, ഞാൻ 2 പറയട്ടെ. അവരുടെ മോന്ത കണ്ടില്ലേ, ദേഷ്യം വരുന്നുണ്ട്. നീ വന്ന് ഇവിടെ ഇരിക്കേ, എന്റെ കുടിക്കേ. നിനക്കിട്ട് തരണ്ടേ? നീ എന്നെ പിടിച്ചു മാറ്റാൻ പോയത്? ഞാൻ പറഞ്ഞേന് അവരെ ഒടുക്കത്തൊരു ജാട. എടാ, അവർ ഇങ്ങോട്ട് തന്നെയാട്ടാ നോക്കുന്നേ. നോക്കട്ടെടാ, നമ്മുടെ സൗന്ദര്യം കൊണ്ടായിരിക്കും. ഇനി അവള് മറ്റേതാണോടി? എനിക്കറിയില്ല. നീ അത് മൈൻഡ് ആക്കണ്ട, നീ കുടി. ജോലി ചേച്ചി. കുന്നോ? കൊറേ ആയല്ലോ കണ്ടിട്ട്. ഇത്ര ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ചേച്ചി, അതാ വരാൻ പറ്റാതിരുന്നത്. അല്ല, നമ്മുടെ ആളെവിടെ? പ്രാർത്ഥനാ റൂമിൽ കാണും മോളെ, ചെന്ന് നോക്ക്. ഞാൻ പോയി കണ്ടിട്ട് വരാവേ. എന്താണ് വലിയ പ്രാർത്ഥനയാണല്ലോ. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തോ മിസ്റ്റർ മരിയാനോ ഐസ്? വന്നോ? കണ്ടില്ലായിരുന്നല്ലോ കാന്താരിനെ 2-3 ആഴ്ചയായിട്ട്. ഞാൻ രാജു എന്നെ മറന്നൂന്ന്. എന്റെ പ്രാർത്ഥന നീയും. പിന്നെ അത് വിട്. സുഖമല്ലേ നിനക്ക്? പരമസുഖം. വീട് കഴിഞ്ഞ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ കഴിഞ്ഞ വീട്. നിങ്ങൾക്കൊക്കെ അല്ലേ ഇവിടെ സുഖം. തിന്നാ, പ്രാർത്ഥിക്കുക, ഉറങ്ങുക. ഒന്ന് പോടി കാന്താരി, കളിയാക്കാതെ. അത് നിന്റെ കൂട്ടുകാരി വന്നില്ലേ? വന്നായിരുന്നു, അവിടെ പിള്ളേരെ കൂടെ ഇരിപ്പുണ്ട്. പിന്നെന്താ, മോള് പോയോ ഞാൻ പറഞ്ഞ സ്ഥലത്ത്? എന്നിട്ട് കണ്ടോ അച്ഛനെ? ഞാൻ അന്വേഷിച്ചായിരുന്നു. ഇപ്പൊ ആ ഫാദർ അവിടെ ഇല്ലാന്ന് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. പയ്യെ മതി, പക്ഷെ ആരും അറിയാതിരുന്നാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ BP ഒക്കെ നോർമൽ അല്ലേ? അതൊക്കെ ഒരു ഇതിന് പോകുന്നുണ്ട്. അല്ല, വാപ്പിയും ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ടോ? ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോ ഉണ്ടായിരുന്നു. ലണ്ടനിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ബിസിനസ് ട്രിപ്പ് ആയിരുന്നല്ലോ, തിരിച്ചു വന്നു. ഞാൻ അങ്ങനെ ശരിക്കും നോക്കാറില്ല. അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാം ശരിയാവും. നിനക്കായിട്ട് അവർ സമയം കണ്ടെത്തിയിരിക്കും. ഞാനാ പറയുന്നേ. നടന്നാ നല്ലത്. ഞാൻ ഇറങ്ങട്ടെ, ഒത്തിരി ലേറ്റ് ആയി. നീ വീട്ടിലെത്തുമ്പോ ഇരുട്ടും. ശരി, എന്നാ ഇടക്കൊക്കെ കൊണ്ട് ഇറങ്ങി. എന്നാ ചെല്ലട്ടെ, നീ വീട്ടിലെത്തിട്ട് മെസ്സേജ് ആക്ക് കേട്ടോ. സൂക്ഷിച്ചു പോണേ. ബൈ, നാളെ കാണാം. ആ മെസ്സേജ് ആക്കാം. നീ ചില സൂക്ഷിച്ചു പോന്നേ. ഹായ്, ഇത് നമ്മൾ രാവിലെ കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്നെ? ഓർമ്മയുണ്ട്. സാറെന്താ ഇവിടെ? വാക്കിന് ഇറങ്ങിയതാണോ? ആണെന്ന് ചോദിച്ചാ ആണ്. ഞാൻ ഇവിടുത്തെ അടുത്തൊരു ലേക്ക് ഇല്ലേ, അത് കാണാൻ വേണ്ടി വന്നതാ. വീട്ടിലിരുന്ന് ബോറടിക്കുന്നു, എന്തോ പോലെ വേദന എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ കറങ്ങാൻ വന്നത്. ആണോ? എന്നാ ഞാൻ ചെല്ലട്ടെ. അതാ എന്റെ വീട്. അധികം മഞ്ഞുള്ളുണ്ടാട്ടോ.
നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ? സർ, വാട്ട് ഈസ് ദിസ്? നൂർ, വെറും 2 ദിവസം മാത്രം മതി ഞങ്ങൾക്ക് നിന്നെ. നിനക്കൂടെ ഒരു ഉപകാരമുള്ളതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്കൊരു സാധനം മാത്രം എടുത്തു തന്നാൽ മതി. പ്ലീസ് ഞങ്ങളുടെ കൂടെ വരൂ. എന്നെ കൊണ്ട് എന്ത്? ഞാൻ എന്തെടുത്തായിരുന്നോന്നാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. എനിക്ക് വീട്ടിൽ പോണം. നിങ്ങൾ മാറി വഴിന്ന്. നീ എന്ത് വിചാരിക്കുന്നു എന്ന് എനിക്കറിയില്ല നൂർ, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നീ ഞങ്ങളുടെ കൂടെ വന്നു പറ്റുള്ളൂ. യു മസ്റ്റ് കോപ്പറേറ്റ് വിത്ത് അസ്. ഓടിപ്പോവാൻ ശ്രമിച്ചാൽ such a crazy. ആക്ച്വലി ഇതൊന്നും ഇത്ര സമയം എടുത്ത് ചെയ്യാൻ പാടില്ല നോവ. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റോ അത്രയും പെട്ടെന്ന് തീർക്കണം. യു അണ്ടർസ്റ്റുഡ്? ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇവൾക്കൊന്നും പറ്റിയിട്ടില്ല. Take the car right now and call the doctor immediately. Good morning, darling. നിങ്ങൾ ആരാ? എന്താ വേണ്ട നിങ്ങൾക്ക്? എന്നെ വീട്ടിൽ ഞാൻ എവിടെയാ? Shh. Let me talk first. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ആവശ്യത്തിന് നിന്നെ വിടാമെന്ന. എന്ന് വെച്ചാ 2 ദിവസം ആ ബുക്ക് എനിക്ക് ഇട്ടിക്കഴിഞ്ഞാ ഐ വിൽ ലീവ് യു. ബട്ട് ഇപ്പൊ എനിക്കെന്തോ ഐ വോണ്ട് ടു ചേഞ്ച് മൈ പ്ലാൻ ബിക്കോസ് ഐ ലൈക്ക് യു. എന്റെ ഡാർലിങ്ങിന് ഞാൻ പറഞ്ഞോടത്തൊന്നും പേടിക്കാൻ നിൽക്കണ്ട. ഇവിടുന്ന് പുറത്ത് കടക്കാതിരിക്കാൻ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. അതെന്തായാലും നിനക്ക് സാധിക്കില്ല, കാരണം ഇത് എന്റെ മാൻഷനാ. ഈ ഡബിൾ മാൻഷനിൽ ആര് വരണം പോണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ നോക്കാം. എനിക്ക് വേണ്ട. എന്നെ വീട്ടിൽ വിട്ടാ മതി. തന്നെ വിടുന്നുണ്ടോ? ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മൈ പേഷ്യൻസ് ഇനൂറ. ഞാൻ ഒരു കാര്യം ഒരു പ്രാവശ്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നീ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചത് പോലും. ഇനിയും ഇത് കഴിക്കാൻ ഉദ്ദേശമില്ല എങ്കിൽ ഐ ആം ഗോണ ഫീഡ് യു. വേണോ? ഗുഡ്. ഫുഡ് കഴിച്ചാണ്ട് താഴോട്ട് വാ. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ മാമിൻ്റെ പി ആണ്. എൻ്റെ പേര് ജൂലി. എനിക്ക് പിയെയോ? ഡേവിഡ് സാർ എന്നെ അപ്പോയിൻറ്റ് ചെയ്തത്. ആദ്യമായിട്ടാണ് മലയാളീസിന് ഈ ഒരു മാൻഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, മേരി ചേച്ചിയും നോവേ ഒഴിച്ചിട്ട്. മാഡത്തിന് ഇവിടെ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. അയ്യോ ചേച്ചി, എന്നെ മാഡം ഒന്നും വിളിക്കണ്ട. കോൾ മീ നൂർ. എന്റെ പേര് നൂർ നിഫ എന്ന. Can I call you ജൂലി ചേച്ചി? മാഡം എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞാൻ കേട്ടോളാം. പക്ഷേ എന്നോട് മാത്രം മാഡം എന്ന് വിളിക്കരുതെന്ന് പറയരുത്. എൻ്റെ ജോലി പോണ കേസാ. മാഡം വാ, ഡേവിഡ് സാറ് പുറത്തു പോയിരിക്കുക. അതുവരെ കമ്പനി തരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടെ ചുറ്റി കാണിക്കാം. അയാളെ പുറത്തു വരിക്കാം. ഇവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടണം. എന്നാ വാ, നമുക്കിവിടെ ചുറ്റി കാണാം. അതായിരിക്കും നല്ലത്. ബോറടിക്കില്ലേ? ഓക്കെ മാം, വാ. ഇതാണ് RK ഗ്രൂപ്പ്സിൻ്റെ CEO ഡേവിഡ് ആന്റോണിയോയുടെ ഡബിൾ മാൻഷൻ. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 50 സെക്യൂരിറ്റിയും 20 സ്റ്റാഫ്. 50 സെക്യൂരിറ്റിയോ? ചുമ്മാ പറയല്ലേ. മാം ഒന്ന് ചുറ്റിനും നോക്ക്. നമ്മളെ വളർന്നിട്ട് എന്തൊരു സെക്യൂരിറ്റീസാ ഉള്ളത്. 20 സെക്യൂരിറ്റീസ് അകത്തും ബാക്കിയുള്ളവരെല്ലാം പുറത്താണ്. പെട്ടല്ലോ പടച്ചോനെ, ഞാൻ എങ്ങനെയാ പുറത്ത് കിടക്കാം? എന്തായാലും പുറത്ത് കടന്നേ പറ്റും. ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക്. മാഡം വാ. മൊത്തത്തിൽ ഇത് 4 ഫ്ലോറുള്ള മാൻഷനാണ്. 20ഓളം റൂംസ് ഉണ്ട്. പിന്നെ 2 ഹിഡൻ ആണ്. അത് എവിടെയെന്ന് ഡേവിഡ് സാറിന് മാത്രമേ അറിയൂ. അല്ല, ജൂലി ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? ഞാനിവിടെ ആർക്കേഡ് ഗ്രൂപ്പ്സിന്റെ ഇറ്റലിയിലെ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റലിയോ? എന്തേ? നമ്മൾ നിൽക്കുന്നത് ഇറ്റലിയിലാ. ബാംഗ്ലൂരിൽ കിടക്കുന്ന ഞാനൊക്കെ ഇറ്റലിയിലെത്തി. എന്തു പറ്റി മാം? ചേച്ചി, ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഒരു 4 ദിവസമെങ്കിലും ആയി കാണും. 2 ദിവസം മാം അൺകോൺഷ്യസ് ആയിരുന്നു. എപ്പോഴാ ഡേവിഡ് സാർ വരുന്നേ? സാറ് വരുന്ന ഡീറ്റെയിൽസ് ഒന്നും നോവ സാറിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പോ എപ്പോഴാ ആ നോവ സാർ വരുന്നേ? അതെനിക്ക് അറിയില്ല. അത് നോവ സാറിനല്ല അറിയൂ. ചേച്ചിക്ക് എന്തെങ്കിലും അറിയാവോ? അത് പിന്നെ സാറ് ലേറ്റ് ആവും അറിയാം. ഇതല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചു ചേച്ചിനോട്. അതിന് മാം എന്നോട് ചോദിച്ചത് എപ്പോൾ വരും എന്നല്ലേ. എനിക്ക് എപ്പോൾ വരും എന്നറിയില്ല. ലേറ്റ് ആവുമെന്ന് മാത്രമേ അറിയൂ.
നമിച്ചവനാണ്. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. വാ നമുക്ക് പോവാം. ചേച്ചി, നേരത്തെ പറഞ്ഞ ഈ മേരി ചേച്ചി ആരാ? മേരി ചേച്ചി കിച്ചണിലായിരിക്കും. വാ നമുക്ക് അങ്ങോട്ട് പോവാം. മേരി ചേച്ചിയേ, മേരി ചേച്ചിനെ കാണാതെ ഒരാൾ വന്നേക്കുന്നു. ആരാ ജൂലി? ആ കുഞ്ഞായിരുന്നോ? എനിക്ക് അങ്ങോട്ട് വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡേവിഡ് കുഞ്ഞുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് മോളെ കാണാനേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വാ ഇരിക്കേ. കുഞ്ഞിന്റെ പേരെന്താ? നൂറൻ ഇഫ. നല്ല പേരാണല്ലോ. എന്നാ ഈ ജ്യൂസ് കുടിക്കേ. ജൂലി, എന്നാ ജ്യൂസ്. കുഞ്ഞ് നാട്ടിലെവിടെയാ? പാപ്പയും ഉമ്മയും ഞാനും ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ തറവാടുണ്ട് മലപ്പുറത്ത്. ഓ, വടക്ക് ഭാഗത്താളേ. ഞാൻ തെക്കാട്ടോ, കോട്ടയത്ത്. നമ്മളെ ഒന്നും ആർക്കും വേണ്ടാലോ, എന്നാലും ഞാൻ പറയും, ഞാൻ എറണാകുളത്തുനിന്നാ. ഈ ചേച്ചി. മാഡം ഒരു 5 മിനിറ്റ് മാഡം ഇവിടെ ഇരിക്കേ. ഞാൻ ഒന്ന് പോയിട്ട് ഒരു കോൾ ചെയ്തിട്ട് വരാം. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, ഒന്ന് വിഷ് ചെയ്തിട്ട് വേഗം വരാം. വൈദ്യുരൊന്ന് വിളിച്ചാലോ? അതിനെ കുറിച്ച് അവള് മാത്രമേ ടെൻഷൻ അടിക്കാനുണ്ടാവുള്ളൂ. മേരി ചേച്ചി, ഞാൻ എപ്പോ വരാവേ? ആ കുഞ്ഞിവിടെ പോയോ? അല്ല, ഞാൻ എന്തുകൊണ്ടിട്ട് ഇപ്പൊ അവിടെ ഇറങ്ങി ഓടിയേ? എന്റെ കയ്യിൽ ഫോണില്ലല്ലോ. പടച്ച തമ്പുരാനെ, ഒരു വഴി കാട്ടിത്താ. ഞാൻ വേറെ ഒന്നും ചോദിക്കണില്ലല്ലോ. ഐഡിയ. പക്ഷെ ഇത് വർക്കാവോ? ഇറ്റലിന്ന് ഇന്ത്യയിൽ വിളിക്കാൻ പറ്റും. എനിവേസ് വിളിച്ചു നോക്കാം. ഇനി വല്ല ഷോപ്പീസ് ആയിരിക്കും ഇത്. പടച്ചോനെ പ്ലീസ്. ഈ മാഡത്തിന് അറിയില്ല. ഇനി ഞാൻ ഈ പെങ്കൊച്ചിനെ എവിടെ പോയി കണ്ടുപിടിക്കാന്? ഇവൾക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? 4 ദിവസമായി കണ്ടിട്ട്. ഹലോ, ആരാണ്? വൈദ്യുതി, ഞാൻ അനൂറ്. നീയോ? ഇത് ഏതാ നമ്പർ? നീ എവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ അത്ര ടെൻഷൻ അടിച്ചെന്നറിയാവോ? അത് ഞാനിപ്പോ ഇറ്റലിയിലാ. ഇറ്റലിയിലോ? നീ എപ്പോ പോയി? എന്നോട് പറഞ്ഞില്ലല്ലോ. നീ എവിടെ ശരിക്കും? വൈദ്യു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. സേഫ് ഹിയർ. എന്റെ ഒരു എമർജൻസി ഉണ്ടായിരുന്നു, ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ പേഷ്യന്റ് ആയിരുന്നു. ഞാൻ നിന്നെ വിളിക്കാവേ. എടാ ഫെക്കല്ലേ, ഇവക്ക് എന്താ പറ്റേ? കാത്തോളെ ഈശ്വരാ. അത് ഞാൻ വിളിച്ചത് എന്റെ ഫ്രണ്ട് ആള്. എന്നെ കാണുമ്പോ ടെൻഷൻ അടിക്കില്ലേ, അതാ വിളിച്ചേ. ജൂലി, യെസ് സർ. നിങ്ങൾ എന്താ കാണിച്ചേ? അതിന് മാത്രം എന്താ ജോലി ചേച്ചി ചെയ്തത്? ഞാൻ അവൾക്ക് കൊടുത്തിരുന്ന ഡ്യൂട്ടി അത് അവൾ കൃത്യമായി ചെയ്യാൻ ശ്രമിച്ചില്ല. അതിന് അവൾ തല്ലാമെന്ന് നിങ്ങളുടെ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരാളുടെ അനുവാദമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. അത് വളരെയധികം തെറ്റാണ്. ഇവിടെ തെറ്റ് ചെയ്തത് ഞാനാണ് ഫോൺ വിളിച്ചത്. അത് ജോലിച്ചിട്ട് എന്ത് തെറ്റ് ചെയ്തെന്നാ താൻ പറയുന്നേ? ജൂലി, മാഡത്തിനെ വിളിച്ചു കൊണ്ടുപോ. Don't point your lip when you are angry, because it makes you beautiful. I don't want anyone to look at you with those eyes, except me, because you're only mine. Julie, take her. ജോലി ചേച്ചി, സോറി. ഞാൻ കാരണമല്ലേ ഇന്ന്. എൻ്റെ പൊന്നു മാഡം, സോറി മാത്രമേ ചോദിക്കരുത്. ഇനി അതിനും കൂടി മേടിക്കാൻ എനിക്ക് വയ്യാനിട്ടാ. ഓരോരുത്തരുടെ ശീലം തന്നെ മാറിയിട്ടില്ല. അല്ല, മാഡത്തിന് എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. ഞാനെങ്കിലും ആ കൊച്ചിനെ വിളിച്ച് പറഞ്ഞേനെ, എന്തിനാ ഇത്രയൊക്കെ സാഹസപ്പെട്ടുള്ള പണിക്ക് പോയത്. എന്നോട് എന്താണെന്ന് പറഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. ഞാനും കൂടെ നിൽക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്താലും ചേച്ചിയോട് പറഞ്ഞിട്ടേ ചെയ്യാൻ പോകത്തുള്ളൂ. എനിക്ക് അവളെ വിളിക്കാണ്ട് എന്തോ പോലെയായിരുന്നു. കാരണം എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ അവൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്റെ ബാപ്പയും പോലും ഞാൻ അവിടെ നിന്ന് വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവർ വരുന്നത് രാത്രിയാണ്. അവർക്ക് ബിസിനസ് ട്രിപ്പ്, ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാകും. ഞാൻ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. എനിക്കറിയാം അവരതൊക്കെ നയിച്ചുണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് വേണ്ടി ഒരു മൊമെന്റ് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ എനിക്കത് മതി. എനിക്ക് അവരുടെ സ്വത്തോ പണമോ ഒന്നും ആവശ്യമില്ല. ഐ നീഡ് ഓൺലി ദെയർ അറ്റൻഷൻ. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. അത് ആ ടോപ്പിക്ക് വിട്ടേ, അത് ശരിയാകത്തില്ല. അവർ
എന്തായാലും മാഡത്തിന് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കും. നമുക്കിപ്പോൾ വേറെ നല്ല കാര്യം സംസാരിക്കാം. എന്താ തെരേസ പുതിയ പ്രൊജക്ടിന്റെ കാര്യം? ഇന്നാണ് പ്രസന്റേഷൻ എന്ന് ഓർക്കണം. ഇവരോട് തയ്യാറായിരിക്കാൻ പറയും. ഞാൻ ഇപ്പോൾ എത്താം. എല്ലാം റെഡിയാണ് മാം. ഐ വിൽ ബി ദെയർ. ടേക്ക് യുവർ ടൈം. ഡേവിഡ്, ഞാൻ ഡാഡിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമുക്ക് 4 ദിവസത്തിനുള്ളിൽ അത് എടുക്കാൻ പോകണം. കേരളത്തിലാണ് ഉള്ളത്. കിഴക്ക് ഭാഗത്താന്നാ പറഞ്ഞേ. അത്ര എളുപ്പമല്ല അത് കണ്ടുപിടിക്കാൻ. എന്നാലും നമ്മളെ സഹായിക്കും. ആര്? നൂർ. നമ്മളെ സഹായിക്കാൻ പോകുന്നത് നൂറാണ്. അവൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഹാലൂസിനേഷൻസ്, ഡ്രീംസിലൂടെ നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതവൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ആവശ്യം വേണ്ടി വരും. സോ നമ്മൾ പറയുന്ന അവൾ എന്തായാലും അനുസരിച്ചിരിക്കും. അവളുടെ ലൈഫിന് റിസ്ക് ഉണ്ടാവും. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അവളെ സംബന്ധിച്ച് നമുക്ക് അവളത് എടുത്തു തരണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവളുടെ ലൈഫിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് എ കംപ്ലീറ്റ് ആൻസർ ലിയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉത്തരം തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഡേവിഡ്, 99% അവളുടെ ലൈഫിന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ബട്ട് ദാറ്റ് 1% അതെനിക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. Then about this mission. What? ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്ത് വേണമെങ്കിലും ഞാൻ എടുത്തുതരാം. എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ എന്നോട് ഒന്ന് വിട്ടാൽ മാത്രം മതി. We don't need your help. After all, എനിക്ക് നിന്റെ ലൈഫിന് റിസ്ക് എടുക്കാൻ സാധിക്കില്ല. Understood, darling? നിങ്ങൾക്ക് ഭ്രാന്താണ്. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കും. എന്നോട് നിങ്ങൾ എത്ര പിടിച്ചു വെക്കാൻ നോക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ്. Let's see whether if you can. ഹലോ, നിന്നെ എന്തായാലും സമ്മതിച്ചു നൂറ്. ആഗ്രഹിച്ചത് എന്ത് നേടിയെടുക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെയാ നിന്റെ ലൈഫിന്റെ റിസ്ക് കൊണ്ട് അയാൾ ഇപ്പൊ ഉപേക്ഷിച്ചത്. യു ഹാവ് ബീൻ സോ ലക്കി ഫോർ ദാറ്റ്. സാറിന് എന്നെ കണ്ടിട്ട് ലക്കി ആയിട്ട് തോന്നുന്നുണ്ടോ? സാറല്ല, ലിയാം മിഖായേൽ. ശരി ലിയാം, ലിയാമെങ്കിലും പറ, ഞാൻ എന്താ നിങ്ങൾക്ക് എടുത്തു തരേണ്ടേ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ എന്താ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ. പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് നൂർ. കേൾക്കാൻ എന്റെ പൽക്കൽ ധാരാളം സമയമുണ്ട് ലിയാം. നമുക്കൊരു 600 വർഷം പുറകിലോട്ട് പോയാലോ നൂർ? വർഷം 1475. ആസ്ത്രി എന്ന ചെറിയ ഗ്രാമം, മുഴുവൻ നദിയാലും മലകളാലും ചുറ്റപ്പെട്ട, പ്രകൃതിയാൽ വലയം ചെയ്ത ഒരു ശുദ്ധമായ ഗ്രാമം. മനുഷ്യരും ജീവികളും എല്ലാവരും സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് താമസിച്ചിരുന്ന ഗ്രാമം. അവിടെയായിരുന്നു ഏഷ്യയിൽ തന്നെ അക്കാലത്തെ ഏറ്റവും മനോഹരിയായ രാജകുമാരി ജീവിച്ചിരുന്നത്. രാജകുമാരി ലൂണ. അവളായിരുന്നു ആ രാജ്യത്തിന്റെ ഐശ്വര്യം. അവൾ ജനിച്ചതിന് ശേഷം ആ രാജ്യത്തിന് വെച്ചടി വെച്ചടി കയറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതീവ സുന്ദരിയായ മനോഹരിയായ ലൂണ, എല്ലാവരുടെയും പ്രിയങ്കരി. അതുപോലെ രാജകുമാരി തന്റെ സ്വന്തം പ്രജയായ ഒരു യുവാവിനെ സ്നേഹിച്ച കഥയാണ് ഞാൻ നിനക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സ്നേഹത്തിന് കണ്ടും മൂക്കില്ലാന്നല്ലേ പണ്ടും ഇന്നും ഒരുപോലെ പറയുന്നത്. ജെയിൻ, ദയവ് ചെയ്ത് എന്നെ വിടെ. ഞാൻ പോയിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. എന്താ ചെയ്യുന്നത്? എന്നെ ഒന്ന് അനുവദിക്ക്. പറ്റില്ല കുമാരി. കുമാരി എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഒന്നും വിടാൻ പോകുന്നില്ല. രാജാവിന്റെ കർശനമായ ഉത്തരവുണ്ട്. കുമാരനെ എവിടെയും വിടരുത്. പോയി കിണന്റെ ജോലിന്റെ കാര്യത്തിൽ നല്ല ഭീഷണിയാവും. അല്ലെങ്കിൽ എന്റെ അവസ്ഥ ആർക്കും വരരുത്. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും തോഴിയുടെ കാല് പിടിക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? എന്റെ ഈശ്വര, ഇതൊന്നും കാണുന്നില്ലേ? കുമാരൻ എന്തൊക്കെ പറഞ്ഞാലും കുമാരൻ എന്നെ എവിടെയും വിടാൻ പോകുന്നില്ല. ജെയിൻ, ഇന്ന് നോക്ക്. 1 മണിക്കൂർ, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം. ഉറപ്പാ. 1 മണിക്കൂർ ഉറപ്പാണേ. പോയിട്ട് വേഗം വരണം. അതുവരെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കാം. അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. ഞാൻ നിനക്ക് വാക്കായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉറപ്പായും തിരിച്ചു വരും. കുമാരി പോവല്ലേ? ഈ തുണി വെച്ച് മുഖം മറക്കേ, അല്ലെങ്കിൽ ഭടന്മാർ കാണും. ശരി ജെയിൻ, പോയിട്ട് വരാം. ശരി, സൂക്ഷിച്ച്. എന്ത് ഭംഗി എവിടെയെല്ലാം കാണാൻ. അതെന്താ അവിടെ? എന്ത് ഭംഗിയാ. അങ്ങോട്ട് പോവാം. ജയ്, വേണ്ട. ആ അമ്മേ. താൻ ആരാ? പിന്നെന്താ എവിടെ? ഞാൻ വന്നത് എനിക്ക് ആ ചുവന്ന പൂ വേണം. അത് എടുക്കാൻ വേണ്ടിട്ടാ. അത് പറിക്കാനുള്ള സമയമായിട്ടില്ല.
തനിക്ക് പൂ വേണമെന്ന് അത്രക്ക് നിർബന്ധമാണോ? കിട്ടിയാൽ കൊള്ളാം. എല്ലാം എടുത്തതുണ്ട്, ഞാൻ തരാം. എന്റെ കൂടെ വരൂ. ജയ്, എന്റെ കൂടെ വാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് തന്റേതാണോ? എന്ത്, ഈ തോട്ടമോ? തോട്ടം എന്റേതല്ല. തോട്ടമല്ല, ഈ കടുവ. എന്റേതാണ് ജയ്. ഇതെന്താ കൂടെ കൊണ്ട് നടക്കുന്നേ? ഇത് അപകടമല്ലേ? ചില സമയത്ത് മനുഷ്യരെക്കാൾ കൂട്ടുകൂടാൻ നല്ലത് വിശ്വസിക്കാൻ കഴിയുന്നത് മൃഗങ്ങളെ ആയിരിക്കും. അതാണ് എനിക്ക് വേറെ എന്തെങ്കിലും? അപ്പൊ എന്തിനാ അതിനെ നേരത്തെ കടിക്കാൻ വന്നത്? എനിക്ക് നിന്നെ ഭക്ഷണമാക്കാൻ വെറും ഒരു നിമിഷം മാത്രം മതിയാകും. പക്ഷെ ഇവിടെ അവൻ നിന്നെ സംരക്ഷിക്കാനാണ് നോക്കിയത്. ആ പൂന്തോട്ടത്തിൽ ഒരുപാട് കെണികളുണ്ട്, അതിൽ നീ പെടാതിരിക്കാൻ. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്നാ ഈ പൂക്കൾ എടുത്തോളൂ. ഇതിന് എത്ര നാണയങ്ങളാ വേണ്ടത്? ഇതിന് നാണയങ്ങൾ ആവശ്യമില്ല, താൻ എടുത്തോളൂ. എന്നാലും എന്റെ സന്തോഷത്തിന് തിരിക്കട്ടെ. അവനിക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്ക. ഇപ്പൊ എനിക്ക് സമയമില്ല, പിന്നെ ഒരു ദിവസം തീർച്ചയായും കാണാം. പോട്ടെ ഞാൻ. ഹൗ, ഇന്നെങ്കിലും കൃത്യസമയത്ത് എത്തിയല്ലോ. എന്താ ഇന്ന് നേരത്തെ വരാൻ കാരണം? ചുമ്മാ നേരത്തെ വരാൻ തോന്നി വന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജെയിൻ? എന്താ ചോദിക്കാനുള്ളേ? ആരെങ്കിലും ഈ വന്യമൃഗങ്ങളെയൊക്കെ പട്ടി പൂച്ചനെ പോലെ കൂടെ നിർത്തുവോ? കുമാരി ഏതനെയും ജെയിനെയും കണ്ടായിരുന്നു? ഏതൻ, ജെയിൻ, ഇവരാരാ? ഇതൊരു വെള്ള കടുവനെ കണ്ടില്ലേ? വെള്ളയില് കറുപ്പ് വരകളൊക്കെ ഉള്ള. അത് തന്നെ, ആ ജെയിൻ അതിന്റെ പേരൊന്ന് പറഞ്ഞേ. അവിടുത്തെ ആ കാവൽക്കാരനാ എനിക്ക് പൂക്കൾ തന്നത്. എന്താ പറഞ്ഞേ? ഈരൻ പൂക്കൾ തന്നോ? ആ ചെറുക്കനായി പൂക്കൾ തന്നേ. അവനല്ലേ കാവൽക്കാരൻ? ടൈറ്റിൽ തന്നത്, അല്ലാണ്ട് രാജകുമാരി പോയിട്ട് പറിച്ചു തന്നല്ലോ. ജയ് ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. എന്നെ ആ കടുവ രക്ഷിക്കുക ചെയ്തത്. അവിടെ കെണികൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ പെടുന്നതിന് മുമ്പിൽ രക്ഷിച്ചു. ദൈവത്തിന് സ്തുതി. ഇനി അങ്ങോട്ട് പോവണ്ട കേട്ടോ, അത് ശരിയാവില്ല. എന്താ പ്രശ്നം? ഞാൻ പോയാല്? നീ എന്തിങ്ങനെ പേടിച്ചിരിക്കുന്നേ? കാര്യം പറയാം. ഈഡൻ റെയിൻ ആഭിചാരക്രിയകൾക്ക് പിന്നാലെ പോകുന്ന മാലിസ്റ്റർ കുടുംബത്തിലെ അവസാനത്തെ കണ്ണി. പിതാവായ റെയിൻ ഗബ്രിയലിന്റെയും സോഫിയയുടെയും ഒരേ ഒരു പുത്രൻ. അവരുടെ വഴി പിന്തുടരാതെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വൺ. പിന്നെ ആ കടുവ, അതാണ് ജയ്. അതാണ് ഏതന്റെ ഉറ്റ സുഹൃത്തും ഒറ്റയാൾ പട്ടാളവും. ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം ജെയിൻ? ഈ കൊട്ടാരത്തിന് വെളിയിൽ ഒരുപാട് രഹസ്യങ്ങളും പരസ്യങ്ങളുണ്ട് രാജകുമാരി. കുറെ അറിയാനുമുണ്ട് രാജകുമാരി. എനിക്കതുകൊണ്ട് ഇതെല്ലാം അറിയാം. എന്നാലും ജയ്, നീ എന്തിനാ അവളെ രക്ഷിക്കാൻ പോയെ? സാധാരണ നീ അങ്ങനെ ചെയ്യാത്തതാണല്ലോ. എനിക്കറിയാം അവള് സുന്ദരിയാണെന്ന്. ആ കണ്ണുകൾ പറയുന്നുണ്ട്. വല്ലാത്ത തീഷ്ണതയും അതിനൊത്ത സൗന്ദര്യവും അവളുടെ കണ്ണുകൾ കൊണ്ട്. ഒരാൾക്ക് ഒരാളെ കണ്ടു കഴിയുമ്പോ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നു. ഇല്ല, ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. എന്തെങ്കിലും ആഗ്രഹങ്ങളോ മോഹങ്ങളോ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിർത്തി കളയുന്നതാണ് നല്ലത്. നന്നേക്കുമായി ഉപേക്ഷിച്ചു കളയാം. ഇതെനിക്കും അയാൾക്കും നല്ലതാവില്ല. വേണ്ട ലൂണ, ഇത് ശരിയാവില്ല. Every night, my baby. Every night, my baby. Oh, it's wrong, but I keep running back to you. Every night, my darling. Every night, my baby. Oh, oh, oh. I love the way. അതെന്താ ചെയ്തത്? തനിക്ക് ഇതിൽ പറ്റിയിരുന്നെങ്കിലോ? ഞാൻ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോ. എന്നോട് എന്നെ ദേഷ്യപ്പെടുന്നേ. പിന്നെ അവരൊക്കെ എത്ര വിടുന്ന എങ്ങോട്ടാ അപ്രതീക്ഷയായി പോയേ? എടോ ഈദൻ, പോവല്ലേ? എങ്ങോട്ടാ? ഈദൻ? എന്റെ പേര് ഈദനാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? തന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, പിന്നെ എനിക്ക് അറിയാതിരിക്കോ? അല്ല, ജയ് എവിടെ? താനെതിരെ ജയയെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്നെ അന്ന് രക്ഷിച്ചത് അവനാണ്. അതുകൊണ്ട് എനിക്ക് അവനെ അന്വേഷിച്ചേ തീരൂ. അവൻ പൂന്തോട്ടത്തിൽ കാണും. എന്നാൽ ഞാൻ തന്നെ കൂടെ പൂന്തോട്ടം വരെ വന്നോട്ടെ, അവനൊന്ന് കാണാൻ. ജയ് അങ്ങനെ പെട്ടെന്ന് ആരോടും അടുക്കില്ല. പരിചയപ്പെടണ്ട, എനിക്കതൊന്ന് കണ്ടാൽ മാത്രം മതി. കൂടെ വാ. ശരിക്കും? എന്നാ നമുക്ക് പോവാം.
ജയ്, ഇതല്ലേ പറഞ്ഞത് ജയ് അങ്ങനെ ആരോടും അടുക്കില്ലാന്ന്. ഇപ്പൊ എന്നോടോ? ജയ്, വീട്ടിലേക്ക് പോ. താനെന്തിനാ അവനെ വഴക്ക് പറയുന്നേ? എനിക്ക് സ്വന്തമായതിനെ മറ്റാർക്കും വീതിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ജയ് എന്റെ സ്വത്താണ്, എന്റെ മാത്രം. സമ്മതിച്ചു, ജെയിൻ ഏതിന്റെ തന്നെയാണ്. പക്ഷെ അവനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ സമയം പങ്കിടാൻ അവനിക്ക് ഒരവസരം നൽകിയേ പറ്റൂ. നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, പറഞ്ഞു പോയതാണ്. പിന്നെ ഒരു ദിവസം തീർച്ചയായും ഞാൻ വരും. ഇപ്പോൾ ഞാൻ പോകുന്നു. ഒരിക്കൽ കൂടി നീ എന്നെ തേടി വന്നാൽ പിന്നെ നിനക്കൊരിക്കലും എന്നിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. ഇഷ്ടപ്പെടുത്തിയതെന്തും നഷ്ടപ്പെടുത്തി എനിക്ക് ശീലമില്ലാത്തതാണ്. നീയും ഇപ്പോൾ എന്റെ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിലാണ്. ഇത് കെട്ട്, ഈ പോക്കിപ്പോ എല്ലാ ദിവസവും ശീലമായല്ലോ. എനിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനൊന്നും പറയല്ലേ ജെയിൻ. അച്ഛൻ വരുന്നത് വരെയല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ കറങ്ങാൻ പറ്റത്തുള്ളൂ. പുറത്തിറങ്ങി ആൾക്കാരായിട്ട് ഇടപെട്ടാൽ മാത്രമല്ലേ എനിക്ക് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവസ്ഥകളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കുമാരി, കഴിഞ്ഞ 8 വർഷമായി ഞാൻ കുമാരിയുടെ കൂടെ. കുമാരിൽ വരുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും എനിക്ക് മനസ്സിലാകും. എല്ലാ മാറ്റങ്ങളും ഒരിക്കലും മനുഷ്യർക്ക് നല്ലതാവണമെന്നില്ല, അത് ഓർമ്മയിലിരിക്കട്ടെ. ജെയിൻ, ഞാൻ കുമാരിക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ, ഇത് തടയാൻ വേണ്ടി ശ്രമിച്ചതല്ല. കുമാരിക്ക് എവിടെ വെച്ചാ വേഗം പോ, വേഗം തിരിച്ചു വാ. ഈതൻ, എത്ര നാളായിടെ കണ്ടിട്ട്? ഇതാ നീ ചോദിച്ച സാധനങ്ങൾ. നീ ആയിരുന്നോ ഇത്ര നാൾ എവിടെയായിരുന്നു? റെയിനച്ചൻ എന്നെ സ്പെയിനിലോട്ട് ഇട്ടിരിക്കുകയായിരുന്നു, അവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ വീട്ടിലോട്ട് വരാത്തെ? റെയിനച്ചന് നല്ല സങ്കടമുണ്ട് കേട്ടോ. പണക്കാരുടെ നേട്ടത്തിന് പാവങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അറിവ് വെച്ച കാലം മുതലേക്ക് നിന്നെ നിർബന്ധിക്കരുത്, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ. നീ അത് വിട്. ഞാൻ ഒരിതിന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് നിന്റെ കൂടെ ആയിരിക്കും കേട്ടോ. ഈതൻ, നിന്റെ തോട്ടത്തില് ഒരു പെൺകുട്ടിയോ? അതും ജെയിനോട് ഇത്ര അടുത്തിടപഴകാൻ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ചില കാര്യങ്ങൾ വിശ്വസിക്കാം, അത് കണ്ണുകൾ കൊണ്ട് കാണുകയാണെങ്കിൽ. എന്നാലും ജയ്, നിന്റെ മുരടനായിട്ടുള്ള യജമാനൻ ഇതെവിടെയും കാണുന്നില്ലല്ലോ. ഇത്ര നേരമായി. ജയ് വരൂ, നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈതൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോ ജയ് ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനിക്ക് കൂട്ടുനിന്നത്. ലൂക്കസ്, നിനക്കല്ലേ ഭക്ഷണം വേണമെന്ന് പറഞ്ഞത്? വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. ആ ദേ വരുന്നു. ഈതൻ, ഇത് നോക്കിയാ ഞാൻ ജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ജയ്, ഇത് മുഴുവൻ കഴിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഈതൻ, തന്റെ കണ്ണിൽ എന്നെ മാത്രം എന്താ കാണുന്നില്ലേ? ഞാൻ അവിടെ ജയിനെ കാണാൻ വരുന്നതാണ്, സമ്മതിച്ചു. പക്ഷെ ഇത്ര ദിവസത്തെ പരിചയം നമ്മൾ തമ്മിലില്ലേ? ഒന്ന് കണ്ടാൽ മിണ്ടാൻ പോലും തനിക്ക് പറ്റില്ലേ? എല്ലാം നിർത്തി, ഞാൻ ഇതോടെ നിർത്തി. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരത്ത കൂടിയില്ല. ഞാൻ പോകുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയോ? എഴുന്നേക്ക്. വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ പോവുക. അപ്പളേ പറ പോകുമ്പോ സൂക്ഷിച്ചു പോന്ന്. എന്ത് വലിയ മുറിവാണ് നോക്കി, ചോര നിക്കുന്നില്ല. ഓ എന്റെ ജെയിൻ, അതിനു മാത്രം വലിയ മുറിവൊന്നും അല്ല. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. കുമാരിക്ക് അത്രയും വലിയ മുറിവല്ലായിരിക്കാം. രാജാവോട് ഞാൻ നാളെ എന്ത് പറയും? അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, നീ അതോർത്ത് പേടിക്കണ്ട. ശരി, കുമാരി ഇപ്പൊ ഇവിടെ വിശ്രമിക്കേ, ഞാൻ നാളെ വരാം. ഞാൻ കുമാരനോട് പറഞ്ഞതായിരുന്നു, ഒരിക്കൽ കൂടി എന്നെ തേടി വന്നാൽ ഒരിക്കലും ഞാൻ കുമാരി ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. എന്റേത് മാത്രമാണ്. ഇനി മുറിവ് ഞാൻ കാരണമല്ല ഉണ്ടായതും ഞാൻ തന്നെ ഇത് മാറ്റിത്തരാം. നമ്മൾ ഒന്നാവണമെന്ന് മുൻജന്മത്തിൽ തന്നെ എഴുതി വെച്ചിരുന്നതാണ് കുമാരി. അതിനാണ് കുമാരി എന്റെ മുമ്പിൽ വന്ന് എന്നെ പെട്ടത്. ഇനി ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. രാത്രി ഒരു രാജകുമാരിയുടെ അന്തപുരത്തിൽ കിടന്നത്
തെറ്റല്ലേ ഈതൻ? ശരി, അതൊക്കെ വിടും. എന്താണിപ്പോ രാത്രി എന്നെ വന്ന് കാണാൻ, അതും എന്റെ അന്തപുരത്തിൽ? പിന്നെ നിനക്ക് എന്നെ മനസ്സിലായി ഞാനൊരു കുമാരിയാണെന്ന്? എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആളല്ലേ, അപ്പൊ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. ഒരു പരിധി വരെ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ബാക്കിയുള്ളത് അല്ല. ഇപ്പോ ഈ രാത്രി സമയത്ത് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? ഇതിനൊന്നും എനിക്ക് ഇത്രയും വർഷമായിട്ടും ആരോടും ഇതുപോലുള്ള വികാരം തോന്നിയിട്ടില്ല. ഈ വികാരത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. ഇതിനെന്താ ഞാൻ പറയാ? ഇതിനെ ഏത് പേരിടാനാ നീ ആഗ്രഹിക്കുന്നത്? സ്നേഹം, കാമം, അഭിനിവേശം, സ്വാർത്ഥത, ഏതാ? അതെനിക്കിപ്പോ അറിയണം. അരുത്, എനിക്ക് നിന്നോട് തോന്നുന്ന സ്നേഹം അതിന്റെ ശരീരത്തോടല്ല, മറിച്ച് നിന്റെ സാമീപ്യം, അതാ എനിക്ക് ആവശ്യം. അതിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാനിതിനെ സ്നേഹം, പ്രണയം എന്ന് പേരിട്ടോട്ടെ? നിനക്ക് സമ്മതമാണെങ്കിൽ. ശരി, പറയാനുള്ളത് ഇതം പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഇതം പൊയ്ക്കോളൂ. നാളെ വരില്ലേ ജെയിനെ കാണാൻ? പറ്റില്ല, നാളെ അച്ഛൻ വരുന്നുണ്ട്. ഞാൻ പോകുന്നു. ഇതെവിടെ പോയി? ഓ, ഞാൻ മറന്നു പോകുന്നു ഇടക്കിടക്ക് ഇതൻ ശരിക്കും ആരാണെന്ന്. അച്ഛാ, അച്ഛനെപ്പോ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. നിനക്ക് സുഖമാണോ ലൂണ? ഇതിനെ മാത്രം കാണുന്നുള്ളൂ, നീ എന്നെ കാണുന്നില്ലേ? ഞാൻ എന്റെ അമ്മേനെ കാണാതിരിക്കോ? എത്ര നാളായി കണ്ടിട്ട്. ശരി ശരി, അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന്. അച്ഛനെന്താ പറയാനുള്ളത്? പറ, ഞാൻ കേക്കാം. അച്ഛൻ പറയാൻ പോകുന്ന ഈ കാര്യം മോള് ഭയങ്കര ഗൗരവമായിട്ട് തന്നെ കേൾക്കുക, ചിന്തിക്കുക. ഈ രാജ്യത്തിന്റെ രാജകുമാരി എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. വൈറോൺ സാമ്രാജ്യത്തിന്റെ രാജകുമാരനായിട്ട് മോളുടെ വിവാഹം അച്ഛൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഈ രാജ്യത്തിനും വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. മോൾ സമ്മതിക്കില്ലേ? ഞാൻ വാക്ക് കൊടുത്തു. എന്നോട് ചോദിക്കാതെ എന്തിനാ ഇങ്ങനെ വാക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോയേ? ഞാൻ പറഞ്ഞില്ലേ ലൂണ, നീ ഇവിടുത്തെ രാജകുമാരി എന്ന രീതിയിൽ ചിന്തിക്കുക. നമ്മുടെ രാജ്യത്തിലെ സമ്പാദ്യം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. നമുക്ക് അത് നേരിട്ടേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് അച്ഛനത് പറഞ്ഞത്. നീ ശരിക്കും ആലോചിക്കേ. പെട്ടെന്നൊന്നും വേണ്ട, അവൻ നിന്നെ വന്ന് കാണും. നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിട്ട് മാത്രമേ ഈ വിവാഹം നടക്കുകയുള്ളൂ. ഡെറിക് നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അവൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് പിടിക്കേ, നിനക്കിപ്പോ സമാധാനമായല്ലോ. ശരി, അത് കഴിക്കേ. ലൂണ എന്ന് വരില്ല. ലൂണ, നീ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട്? വരണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ജയ്, നേരം വൈകിയില്ല ലൂണ, നീ പോകുന്നില്ലേ? പോവുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈതൻ? അതിന് നിനക്ക് എന്റെ അനുവാദം വേണോ? ചോദിക്കും. എനിക്കറിയാം, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇന്നേക്ക് 6 മാസമേ ആവുന്നുള്ളൂ. എന്നാലും ഞാൻ ചോദിക്കുക, എന്നെ നഷ്ടപ്പെടാൻ ഒരു അവസരം ലഭിച്ചാൽ എന്നെ നീ നഷ്ടപ്പെടുത്തോ? കൂടാതെ എനിക്കൊരു അവകാശം കൂടി, എന്റെ അവകാശം പേര് പറഞ്ഞു വന്ന നീ എന്നെ വിട്ടുകൊടുക്കുമോ? ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുക, നിനക്കൊരു അവകാശം ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഇനി ആരൊക്കെ അവകാശം പറഞ്ഞു വന്നാൽ അവകാശം ചോദിച്ചു നാവ് ഞാൻ പിഴുതെടുക്കും. പിന്നെ നിന്നെ സങ്കടപ്പെടുത്തി ആരുണ്ടോ അവരെല്ലാം ചുട്ട് ചാമ്പലാക്കിയിരിക്കും ഞാൻ. ഇത് കുറച്ച് കടുപ്പമേറിയ കാര്യമല്ലേ? എന്തായാലും ഒരാളുടെ ജീവൻ എടുക്കുന്നത് അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും. എനിക്കൊരാളുടെ ജീവൻ വെറുതെ എടുക്കുന്നത് ഇഷ്ടമല്ല നോർ. ഞാൻ അത് ചെയ്യുകയുമില്ല. എന്റെ പല കഴിവുകളുമുണ്ട്. ഞാൻ പുറത്തെടുക്കാത്ത ഒരു കാരണം ഇത് മാത്രമാണ്. പക്ഷെ അത് നേരെ മറിച്ച് നിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ്. നിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച, നിനക്ക് മുറിവേൽപ്പിച്ച ആരെയാണെങ്കിലും അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ അത് ചിലപ്പോൾ ആ കാലിന് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്തത് ആയിരിക്കാം. കുമാരി ലൂണ? ഡെറിക്? അതെ, ഡെറിക് എബ്രഹാം, ഫറോൻ സാമ്രാജ്യത്തിന്റെ യുവരാജാവ്. ആശ്രയിലോട് സ്വാഗതം. ഞാൻ ലൂണ. അറിയാം, എല്ലാം അറിയാം. ലൂണ ആസ്ട്രിഡ്. ആസ്ട്രിയ എന്ന സാമ്രാജ്യത്തിന്റെ വരും കാല യുവരാണി. പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടി. ഇത്രയൊക്കെ പോരെ നിന്നെ അറിയാൻ? നമുക്ക് നടക്കാം.
ഡ്രൈറൺ വെച്ച് നോക്കുമ്പോൾ ആസിഡ് വളരെ ചെറുതാണ്. ഞങ്ങളുടെയും ഇവിടുത്തെയും പ്രജകളുടെ വ്യാപകൾ വ്യത്യാസമുണ്ട്. എന്നിട്ടും ഞാൻ എന്തിനാണെന്നറിയാവോ ഈ വിവാഹത്തിന് സംബന്ധിച്ചത്? അറിയില്ല. എന്തിനാ? ഒന്ന് ഈ സാമ്രാജ്യം, രണ്ട് നിന്റെ സൗന്ദര്യം. ലിയാം, നീ പോയില്ലേ? ഇല്ല, ദേ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഇത് മുഴുവൻ പറഞ്ഞിട്ട് പോ. ഇപ്പോഴും നീ ആ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടില്ല, എങ്ങനെ ഈ ബുക്ക് ഉണ്ടായി എന്നുള്ളത്. എല്ലാ സ്റ്റോറിയും മുഴുവൻ അറിയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ എല്ലാം അറിഞ്ഞ ആ ത്രില്ല് അങ്ങോട്ട് പോവില്ലേ? ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോ ലിയാം. നമ്മുടെ നെക്സ്റ്റ് മീറ്റിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു തരും മുഴുവൻ സ്റ്റോറി. അതുവരേക്കും ബൈ. ചാർലി, വാ ഫുഡ് കഴിക്കാം. ഞാൻ അമ്മേനെ കാണാൻ വന്നതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ റിപ്പോർട്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ട് പോവാമെന്ന്. അത് എന്റെ മെയിൽ ഐഡിയിലൊക്കെ അയച്ചേക്ക്. എക്സ്ക്യൂസ് മീ. ഹലോ വിക്ടോറിയ, പറ, എന്താ വിളിച്ച നീ? ഇല്ല ഐസക്, ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഞാൻ ചുമ്മാ വിളിച്ചതാ. നീ എയർപോർട്ടിലെത്തിയോ? ഇല്ല, തന്നെ ഇറങ്ങാൻ നിൽക്കുക. ഞാൻ ഇവിടെ ഒന്ന് ഓഫീസ് വരെയും കയറി. ആ റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ കളക്ട് ചെയ്യണമെന്ന്, അതൊന്ന് പറയാൻ വേണ്ടിട്ടാ വന്നത്. നീ ഫുഡ് കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചായിരുന്നു. നീ വേഗം വാട്ടോ. നീയും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നാളെ അതിന്റെ വിധി വരുന്ന ദിവസമാ. നീ വേഗം വാ. ആൻഡ് മിസ് യു സോ മച്ച്. ഞാൻ ഇറങ്ങുവാ. ആൻഡ് മിസ് യു ടു. നിങ്ങളൊക്കെ പിന്നെ എന്തിനാ ഈ കസാലയിലൊക്കെ കറങ്ങിയിരിക്കുന്നേ? ഞാൻ 2 ദിവസമായി കംപ്ലൈന്റ് തന്നിട്ട്. എന്റെ മോളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചോ? എന്താ പ്രശ്നം സാർ? എന്റെ പൊന്നു സാറേ, ഇന്നലെ ഞങ്ങള് ഫുൾ ആ കൊച്ചിനെ അന്വേഷിച്ചു. പക്ഷെ ഒരു CCTV പോലെ ആ കുട്ടിയുടെ മുഖം പതിഞ്ഞിട്ടില്ല. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റോപ്പ് എല്ലായിടത്തും അന്വേഷിച്ചു. ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ ഫോട്ടോ കാണിച്ചേ. നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല ശത്രുക്കളുണ്ടോ? തട്ടിക്കൊണ്ട് പോവാൻ മാത്രം മോട്ടീവുള്ള ആരെങ്കിലും? ആക്ച്വലി ഞാൻ ചെറിയൊരു ബിസിനസ്മാൻ ആണ്. പക്ഷേ ശത്രുത ഇത്രമാത്രം കീപ്പ് ചെയ്യാൻ ആരും എനിക്ക് അറിയില്ല. ഇത്രയും മോട്ടീവുള്ള. നിങ്ങളൊരു 2 ദിവസം സമയം അവർക്ക് കൊടുക്കുക. അവർ തീർച്ചയായും കണ്ടുപിടിക്കും. എടോ, എത്രയും വേഗം അത് ശരിയാക്കാൻ നോക്കും സാർ. മാം, ഇന്ന് ഡേവിഡ് സാർ കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. എന്തോ പ്രൊജക്റ്റോ മറ്റോ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും എൻ്റെ ലൈഫിന് ആപത്ത് മാത്രമേ വരികയുള്ളൂ. എനിക്കിവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. വീട്ടിൽ പോകണം. മാം, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ആ, കേട്ടായിരുന്നു. ഡേവിഡ് ഇന്ന് വൈകി വരുന്നല്ലേ? അതുകൊണ്ട് രാത്രിയായില്ലേ, മാമ പോയി ഫുഡ് കഴിച്ചിട്ട് കിടന്നോ. സാറ് വന്നോളൂ. അലക്സ്. യെസ് സാർ. അലക്സ്, എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു? How we lose it? നമ്മൾ എത്ര മാത്രം എഫേർട്ട് എടുക്കാന്ന് അറിയാവോ? ഷിറ്റ്, അവനായിരിക്കും ആ ഡേവിഡ്. മന്ത്രം തന്നുകൊണ്ട് നീതി ഒന്നും ഒരിക്കലും നിലനിൽക്കില്ല. എനിക്ക് അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വിട് അലക്സ്, എനിക്ക് പോയേ തീരൂ. സാർ, ഞാൻ പറയുന്നേക്ക് പോവല്ലേ പ്ലീസ്. പോയി. ഞാൻ ഇനി എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? ഇത് അർക്കേഡിനല്ല ആ പ്രൊജക്ട് പോയത്, അത് ക്യാപിറ്റൽ കോറിനാ. ഓ ഗോഡ്, എന്താ ചെയ്യണ്ടേ കർത്താവേ? എന്താ ചെയ്യാനാ റബ്ബേ, ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? തലയാണെങ്കിൽ ദേഷ്യം എന്നിട്ട് വേദന എടുക്കുന്നു. ഒരു ആദം സാർ എന്താ ഇവിടെ? വാ, കേറിയിരിക്കുക, അകത്തോട്ട് വാ. വെൽക്കം ചെയ്യൂ. നിന്റെയൊക്കെ സ്വീകരണത്തിന് വേണ്ടിയിട്ടല്ല നോവ ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കാണണം നിങ്ങളുടെ ബോസിനെ. എനിക്ക് അറിയണം എന്റെ പ്ലാൻ എങ്ങനെ നഷ്ടപ്പെട്ടു, എനിക്ക് ആ പ്രൊജക്ട് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന്. പ്രൊജക്റ്റോ? ആദം സാർ അകത്തേക്ക് വാ. ഡേവിഡ് സാറിനെ വിളിക്കാം. പറഞ്ഞേക്കാ ഡേവിഡിനോട് മന്ത്രവും തന്ത്രവും കൊണ്ടോ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന്. എന്റെ 2 ആഴ്ചത്തെ ഹാർഡ് വർക്കാണ് ആ പ്രൊജക്ട്. പ്ലീസ് ആയിട്ട് നിക്കണോന്നീ. ആള് ചില്ലറക്കാരനല്ലല്ലോ. ചിലപ്പോ ഇയാൾക്ക് രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിലോ? ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാ? ഐഡിയ. ഹോസ്റ്റലിൽ പോയി നിന്നോണ്ട് ഭാഗ്യായി. ആദം സാർ, ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും കേക്ക്. ആ പ്രൊജക്റ്റും ഞങ്ങളായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അത് ഞങ്ങൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട നോവ. നിന്റെ ബോസിനോട് പോയി പറഞ്ഞേക്ക്, ആ ഡേവിഡിനോട്
എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ പ്രൊജക്ട് കിട്ടിയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്, എന്റെ പ്ലാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇത്രയൊക്കെ രോക്ഷം കൊള്ളേണ്ട കാര്യമില്ല ആദം. നീ അവിടെ പറഞ്ഞത് മുഴുവനായി കേട്ടില്ല എന്ന് തോന്നുന്നു. VK ഗ്രൂപ്പ്സിന്റെ പ്രൊജക്ട് എനിക്കോ നിനക്കോ അല്ല കിട്ടിയിരിക്കുന്നത്. എന്റത് എക്സലന്റ് എന്ന് മാത്രമേ നീ കേട്ടുള്ളൂ, ബാക്കിയുള്ളത് നീ കേട്ടില്ല. ആ പ്രൊജക്ട് കിട്ടിയിരിക്കുന്നത് ക്യാപിറ്റൽ കോർ. ദാറ്റ് കമ്പനി ഓൺസ് ദ VK's പ്രൊജക്ട്. അത് പറയാൻ വേണ്ടി ഞാൻ സാറിന്റെ പുറകെ വന്നത്. നോവാ, what did you do? ആദം സാർ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നതല്ലേ, അപ്പോ എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇത്ര നേരം എന്നെ കൊല്ലും തിന്നും പഠിപ്പിക്കും എന്നൊക്കെ പ്രസംഗിച്ചതല്ലേ. നീ പോയി 2 ഐസ് എടുത്തിട്ട് വാ, സാറൊന്ന് തണുക്കട്ടെ. ഞാൻ മിസ്റ്റർ ഡേവിഡ് ആന്റോണിയുടെ സ്വീകരണത്തിനല്ല വന്നിരിക്കുന്ന എന്ന് പറഞ്ഞേക്ക് നോവ നിന്റെ ബോസിനോട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് മാത്രമാണ്. ബട്ട് വൺ ഡേ ഒരിക്കൽ എനിക്ക് നിന്റെ ബോസിനെ തെറ്റിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രയോഗിക്കാനുള്ള the strongest weapon കിട്ടിയിരിക്കും. And I'm waiting for that weapon. Noah, I'm also waiting for that. എന്ന് പറഞ്ഞേക്കും. Oh, damn it! ഇവൻ ഇവിടെ എത്തിയോ? ഇത്ര വേഗത പാടുണ്ടോ മിസ്റ്റർ ആദം ലിയോ മാർക്കസ്? റോഡ് തന്റേത് മാത്രമല്ല, വേണമെങ്കിൽ അതും എനിക്ക് പറ്റും മിസ്റ്റർ ഐസക്. മണി ടോക്സ്. പക്ഷേ സ്പോർട്സ് കാറിനല്ലാതെ ഇത്രയും സ്പീഡിൽ ഓടിക്കാൻ ആർക്കും അനുവാദമില്ല. ഇസ് എനിത്തിങ് മോർ? നത്തിങ് പേഴ്സണൽ. പക്ഷേ ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനം ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് ഈ ലോക്കെതിരെയല്ലേ. ഇത്രയും ലോ ചേഞ്ച് ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇഫ് യു വോണ്ട് യു ക്യാൻ ചെക്ക് മൈ കാർ. മറിച്ചൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ ടൈം വേസ്റ്റ് ചെയ്തതിന് യു വോണ്ട് ടു ഫേസ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഗൈസ്, ചെക്ക് ഇറ്റ്. Captain, there's a girl. Adam, who is she? ഓ, അപ്പൊ ഇത് കാരണമാണല്ലേ സാർ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയത്. ഷട്ട് അപ്പ് യുവർ മൗത്ത്. ആദം സാർ ഇത്രക്ക് റേസ് ആവാൻ ഞാൻ ആദം സാറിനോടൊന്നും ചോദിച്ചില്ലല്ലോ. ജസ്റ്റ് ഈ കുട്ടി ആരാണെന്ന് മാത്രമല്ലേ ചോദിച്ചോളൂ. ഓക്കെ ഫൈൻ, ഷീ ഈസ് മൈ ഗേൾ ഫ്രണ്ട്, സൂൺ ഗോയിങ് ടു മൈ വൈഫ്. ഇനിയൊന്നും ഐസക്കിന് ചോദിക്കാനല്ലോ, ഞാൻ പോകുന്നു. Oh shit. Shut your bloody mouth first. എന്നിട്ട് പറ, നീ ആരാ? നീ എന്തിനാ എന്റെ കാറിൽ കയറിയത്? ആൻഡ് ഹൂ ആർ യു? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറയില്ലേ? Shut up and answer to my question. Sir, can you please give me some water first? Reply to my question first. You. ഇത്രയൊക്കെ ചൂടാനൊന്നുമില്ല, ഞാൻ ഇത്തിരി വെള്ളമല്ലേ ചോദിച്ചോളൂ. ഞാൻ നൂറ് രൂപ കേരളത്തിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ഇറ്റലിയിലോട്ട് വന്നതാ. Do you think I'm a fool? അയ്യോ സത്യമായിട്ടും ഞാനൊരു ഡോക്ടറാണ്. എന്നെ ഡേവിഡ് ഇവിടെ തട്ടിക്കൊണ്ട് വന്നാ, ഡേവിഡ് ആന്റോണിയോ. നിങ്ങൾ ഡേവിഡിനോട് കാർത്ത് സംസാരിക്കേണ്ടപ്പോ ഐ തിങ്ക് ദാറ്റ് യു ക്യാൻ സേവ് മീ. എനിക്ക് അറിയില്ല അയാൾ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തോ ബുക്കോ മറ്റോ എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ബുക്കോ? ഏത് ബുക്ക്? ഡേവിഡിന് ഇത്രക്ക് ഉപകാരം തരുന്ന ബുക്ക് ഏതാണ്? ഡെത്ത് നോട്ട്. ആ ബുക്കിന്റെ പേരാണ് ഡെത്ത് നോട്ട്. അതുകൊണ്ട് എന്താ ഉപകാരം എന്നൊന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ട് മാത്രമേ അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്നെ തട്ടിക്കൊണ്ട് വന്നത്, വേറൊന്നും എനിക്കറിയില്ല. നീ ഇപ്പൊ പറഞ്ഞത് ഇവിടെ ഞാൻ മുഴുവനായി വിശ്വസിച്ചു എന്ന് കരുതണ്ട. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. മറിച്ച് നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. കാരണം ഡേവിഡ് ആന്റോണിക്കെതിരെ തിരിക്കാൻ കിട്ടിയ ആദ്യത്തെ തുരുപ്പ് ചീട്ടാണ് എനിക്ക് നീ. അതുകൊണ്ട് ഞാൻ നിനക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ് തന്നെ തന്നിരിക്കും. ബി റെഡി ഫോർ ദാറ്റ്. വേണം, എനിക്ക് തന്നെ വേണം. അല്ലെങ്കിലേ ഉമ്മി പറയാനുള്ളത് എടുത്തുചാട്ടം പാടില്ല പാടില്ല പാടില്ല. മര്യാദക്കാ ഡേവിഡിന്റെ തന്നെ നിന്നാ മതി. ഇപ്പൊ ഞാൻ ഇങ്ങനെ അപ്പേ
തെരേസ, സാറ വന്നായിരുന്നോ? യെസ് മാം, സാറ മാം അകത്തുണ്ട്. ഇന്ന് ചെക്കപ്പ് ഡേ അല്ലേ, മാഡത്തിൻ്റെ അടുത്ത് കാണും. ഞാൻ പോയി കണ്ടോളാം. നീ ഒരു കോഫി എടുത്തിട്ടോ. ആ, നീയെ പറ്റി ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടില്ലായിരുന്നു. പിന്നെ ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേനും നീ എത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു. അല്ല, എനിക്ക് തരേണ്ട കോഫി കുടിക്കുകയാണോ? ദേ ഇരിക്കുന്നു നിന്റെ കോഫി, എടുത്തുകൂടി. തെരേസ, നീ എടുത്തോ. ആ, പിന്നെ എങ്ങനെ പോകുന്നു നിന്റെ ബിസിനസ്സൊക്കെ? ഞാൻ അറിയുന്നുണ്ട് കേട്ടോ, ക്യാപിറ്റൽ കുറവ് വല്ലാണ്ട് അങ്ങോട്ട് ഉയരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഉയരാതെ പിന്നെ എവിടെ പോയാണ് സാറാ? ഇതെന്റെ ഡാഡിയുടെ ഹാർഡ് വർക്കാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ നടത്തുന്നെന്ന് മാത്രം. ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ ഒബ്ലിഗേഷൻ. ഡൊമിനിക് അങ്കിളിനെ കുറിച്ച് എന്തെങ്കിലും ഹിന്റ് നിനക്ക് കിട്ടിയായിരുന്നോ? അല്ല, ഇൻ കേസ് ആ ഒരു ആക്സിഡന്റിന് ശേഷം. എല്ലാ മാർഗവും ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു സാറാ. ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. ഇനിയുള്ള ആകെ എന്റെ പ്രതീക്ഷ മമ്മിയിൽ മാത്രം. കാരണം ഷീ ഈസ് ദ ഓൺലി വീക്ക്നെസ്. എനിക്കറിയില്ല. നീ വിഷമിക്കാതെ. അല്ല, എസ്തർ എപ്പോൾ വരും? ഒരു ബിസിനസിന്റെ ആവശ്യമായിട്ട് പുറത്ത് പോയിരിക്കുക. 2 ആഴ്ചക്കുള്ളിൽ എത്തുമായിരിക്കും. നീ എല്ലാം വിട്ടേ, ഈ കോഫി എന്നിട്ട് മര്യാദക്ക് സമാധാനത്തിൽ കുടിക്കാൻ നോക്ക്. സാറാ, നമ്മൾ ആവശ്യമുള്ള കാര്യം സംസാരിച്ചില്ല. മമ്മിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഒരു ഡോക്ടർ എന്ന നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷി ഡസൻ റെസ്പോണ്ട് ടു ദ മെഡിസിൻ. നിനക്കറിയാലോ, കോമയിലാണ്. നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആക്ഷനോ എന്തെങ്കിലും മെഡിക്കേഷൻ കൊടുക്കണേ തന്നെ നമ്മൾ ആവശ്യത്തിൽ കൊടുക്കുന്ന മെഡിസിന് റെസ്പോണ്ട് ചെയ്യണം. ഷി ഡസൻ റെസ്പോണ്ട് ഇറ്റ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നീ എന്താ പറഞ്ഞു വരുന്നത് സാറാ? നിന്നെ എന്നെ കൺസോൾ ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തലക്കാണ് അടിയേറ്റിരിക്കുന്നത്. ഇറ്റ്സ് എ ഡീപ്പ് ഇഞ്ചറി. ഫുൾ നെർവസ് സിസ്റ്റത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ബോധം വന്നാൽ പോലും, കോമയിൽ നിന്ന് എസ്കേപ്പ് ആയാൽ പോലും, എനിക്ക് ഒരു 50-50 ചാൻസ് മാത്രമേ മെമ്മറീസ് അത് തിരിച്ച് കിട്ടും എന്ന് പറയാൻ പറ്റും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് ഡോക്ടേഴ്സ് വെറുതെ അല്ല പറയുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ബി കൂൾ. നിനക്ക് വേണ്ടി റയാൻ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്, ചൂടാക്കി കഴിച്ചോളൂ. ഞാൻ പോട്ടെ, അവനിക്ക് എന്നെ കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റാണ്. ഞാൻ പോകുന്നു. എന്നാലും എനിക്ക് കുട്ടീസിനെ നോക്കാൻ പറ്റൂ. മാമ, എത്ര ദിവസമായി ഞാൻ കണ്ടിട്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ എം സോ ഹാപ്പി ടുഡേ. കാരണം നമ്മുടെ പപ്പ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന VKSന്റെ പ്രൊജക്ട് ഉണ്ടല്ലോ, അത് നമുക്ക് തന്നെ കിട്ടി. ഈ മോള് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? സഹ്റ, കഴിക്കത്. നീ എത്ര ദിവസം എന്തെങ്കിലും കഴിച്ചിട്ട്? നമുക്ക് കണ്ടുപിടിക്കാം. സിയാൻ പോയിട്ടുണ്ടല്ലോ. അവൾ എവിടെ പോവാനാ? ഞാൻ എങ്ങനെ മനസ്സമാത്രത്തോടെ കഴിക്കും സിക്കി? നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം നമ്മളോട് ശ്രദ്ധിച്ചില്ല അവളെ. നമ്മൾ എന്തിനാ പിന്നെ വാപ്പയും ഉമ്മയെന്ന് പറഞ്ഞ് നടക്കുന്നേ? കഥയിലെ സേറ, നമുക്ക് കണ്ടുപിടിക്കാം. നീ സമാധാനപ്പെടും. സക്കി, ഞാൻ പുറത്തു വാ. സിയ, പോയ കാര്യം എന്തായി? പോലീസ് എന്താ പറഞ്ഞേ? അവരെ കൊണ്ട് തൊഴിൽ നടക്കോ? എന്റെ മോള് അവരന്വേഷിക്കുന്നല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ നമ്മുടെ ഗാർഡ്സിന് ഒന്നുകൂടി വിട്ടിട്ടുണ്ട്. മോള് പോയി CCTV വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. നീ വിഷമിക്കണ്ട, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവന്മാരൊക്കെ എന്ത് പണി അവിടെ ചെയ്യുന്നത്? എന്റെ മോള് എന്ത് എത്ര ദിവസം 2 ആഴ്ചയുടെ കാണാനായി? അവളെവിടെ? ഇനിയിപ്പോ കിടന്ന് മോങ്ങിട്ട് എന്താ കാര്യം? നിനക്കറിയാവോ അവൾ തിന്നോ കുടിച്ചോ? എന്തിന്? അറ്റ്ലീസ്റ്റ് എത്രാമത്തെ ദിവസമാണോ നീ അവൾ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞത്? എന്നിട്ട് രണ്ടും കൂടി കിടന്ന് മോങ്ങി കരച്ചിലും ബീച്ചിലും. അന്നേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വന്നേക്ക, ഞങ്ങളവളെ പൊന്നു പോലെ നോക്കിയേക്കാം എന്ന്. എന്നിട്ട് അവരുടെ ഒരു കരച്ചില്. നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കില്ല സെക്കി. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയിട്ടല്ലേടാ. അത് ഞങ്ങളുടെ മോളല്ലേടാ. അവള്
നീ കരയണ്ട. നൂറുമോളെ നമുക്ക് കണ്ടുപിടിക്കാം. നീ വിഷമിക്കല്ലേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഐസക്, എന്തു പറ്റി? കുറെ നേരമായല്ലോ എന്തോ ചിന്തിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഇന്ന് ഞാൻ ഡേവിഡിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞില്ലേ വിക്ടോറിയ? പറഞ്ഞിരുന്നു. അതിനെ? ആ പെൺകുട്ടിയെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ആ പെൺകുട്ടി ആദമിന്റെ ഫിയാൻസി ആണെന്നല്ലേ പറഞ്ഞത്? സോ ആ വഴിക്ക് അന്വേഷിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിരിക്കും. എവിടെ വെച്ചായിരിക്കും നീ കണ്ടിട്ടുണ്ടാവുക? ഫിയാൻസി ആയിരിക്കാം, പക്ഷേ അവന്റെ കണ്ണിൽ ഞാൻ അത് കണ്ടില്ലായിരുന്നു. സംതിങ് ഫിഷി. കിട്ടി. ബാംഗ്ലൂർ. ബാംഗ്ലൂരോ? നീ എന്താ പറയുന്നേ? ആദമിന്റെ ഫിയാൻസി എങ്ങനെ ബാംഗ്ലൂർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇസാക്ക്. അതെ, ബാംഗ്ലൂരിൽ വെച്ചിട്ട്. വിക്ടോറിയ, ഞാൻ അന്നൊരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പാരന്റിനെ കണ്ടിരുന്നു. അവരെ മോളെ കാണില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത്. അന്ന് അവരുടെ കണ്ട ഫോട്ടോയിലുള്ള അതേ പെൺകുട്ടിയാ ഞാൻ ഇന്ന് ആദമിന്റെ കൂടെ കണ്ടത്. ചിലപ്പോ ആദമായിരിക്കോ അവൾ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവുക. തട്ടിക്കൊണ്ട് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് ഇസാക്ക്. ചിലപ്പോ ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം വീട്ടുകാരോട് പറയാതെ വന്നതാണെങ്കിലോ? ഇനി എന്തായാലും നമുക്ക് ആദമിന്റെ മാൻഷനിക്ക് ഒരിക്കലും തപ്പാൻ പറ്റില്ല. ആ മാൻഷന്റെ അകത്ത് കയറി പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നേ അവന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചു കൊടുത്തേനെ. ഷിറ്റ്, ഇത് നല്ലൊരു ചാൻസ് ആണ് മിസ് ചെയ്തത്. അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ മുഖം ഓർമ്മ വന്നില്ലായിരുന്നു. ഇസാക്ക്, ഇതിന്റെ പേരിൽ നീ സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് പൂട്ടാനുള്ള അവസരം കിട്ടിയിരിക്കും. ഇന്ന് ഈ ഒരു ദിവസം ഇത്രയും സമാധാനപരമായി പോയത് തന്നെ എന്തോ കർത്താവിന്റെ കൃപ കൊണ്ടാ. ഞാൻ പേടിച്ചേർന്നിരുന്നേ ഇനി എങ്ങാനും ഇന്ത്യയിലെ ഒരു 3ാം മഹാലോക യുദ്ധം കാണേണ്ടി വരുമോ എന്ന്. എങ്ങനെയായിരിക്കും ഇസാക്ക് ഈ ആദമും ഡേവിഡും ഇത്ര ശത്രുക്കളായിട്ടുണ്ടാവുക? ഇതൊരു വലിയ കഥയാ. ഞാൻ മുമ്പ് ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു വയസ്സായ ആള് പറഞ്ഞു നടന്നത് കേട്ടതാ. ഈ ആദമും ഡേവിഡും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. അവരൊരു ഓർഫനേജിലായിരുന്നു വളർന്നിരുന്നത്. പിന്നെ അവിടുന്ന് അവരെ ആരോ ദത്തെടുത്ത് ഈ നിലയിൽ എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇത്ര ഒറ്റ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാര് ഇത്രയും വലിയ ശത്രുക്കളായി മാറിയിട്ടുണ്ടാവുക? അത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ. അത് പുറത്താരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വിക്ടോറിയ, നിനക്ക് വയ്യാണ്ടാകും, നീ പോയി കിടന്നു. ഏയ്, എനിക്കൊരു വയ്യായികരുമില്ല. എന്റെ കുന്നൂസ് ഭയങ്കര സ്ട്രോങ് ആ. എനിക്ക് 2 കേസിന്റെ ഫയലും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ പിന്നെ കിടന്നോളാം. വിക്ടോറിയ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രിയുള്ള ഈ ഓവർ വർക്കും സ്ട്രെസ്സും ഇതൊന്നും അത്ര നല്ലതല്ല. ബേബിയെ നല്ല രീതിക്ക് അത് ബാധിക്കും. നീ വാ, നമുക്ക് കിടക്കാം. ഓ, അപ്പൊ ബേബീനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഈ മമ്മീനെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. ഇസാക്ക്, നാളെ ഒരു 2 ഇമ്പോർട്ടന്റ് കേസ് ഉണ്ട്. ഈ മമ്മീനെ കുറിച്ച് ഞാൻ ആദ്യം കെയർ ചെയ്യുള്ളൂ. എന്റെ പ്രിയോറിറ്റി ഫസ്റ്റ് നീയാ. ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. കേസൊക്കെ നമുക്ക് പിന്നെ നോക്കാം. വന്നേ. അലക്സ്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? നീ ആ താഴത്തെ പെൺകുട്ടീനെ കുറിച്ചിട്ടും ആദമും അവളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും അന്വേഷിച്ചിരുന്നു സാർ. ആ കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ്. അവളൊരു ഡോക്ടറാണ്. പിന്നെ ഇന്ത്യയിലെ ബാംഗ്ലൂരിലെ ഒരു മില്ലറിന്റെ മോളാണ്. ആദം തട്ടിക്കൊണ്ടുവന്നതാണ് ഏതോ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അവന്റെ ബുദ്ധി ഏതോ മായാജലത്തിനുള്ള മന്ത്രങ്ങൾ തേടിയാണ് ആ ബുക്ക്. ഓ, അപ്പൊ ആ പെൺകുട്ടി ശരിക്കും നമുക്ക് ഡേവിഡിനെതിരെ തിരിക്കാനുള്ള ഒരു തുറപ്പിച്ചിട്ട് തന്നെയായിരുന്നു അല്ലേ അലക്സ്? യെസ് സർ. എങ്കിൽ അവൾ ഈ വീട്ടിലുള്ള കാര്യം ഒരു ഈച്ചക്കുഞ്ഞ് പോലും അറിയാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ എവിടെയുണ്ട് അവൾ? താഴെ ഉണ്ട് സാർ. ഇന്നലെ ഇരുട്ടിയോടെ തന്നെ ഇരുന്ന് ഉറങ്ങുവാ. എങ്കിൽ നീ അവളുടെ ഇല്ല എന്നറിയാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കാൻ നോക്കൂ. ഐ ആം ലിവിങ്. ആഹാ, എത്തിയോ? ആദ്യമായിട്ട് ഒരാള് വീട്ടിൽ വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതത്ര ശരിയല്ല കേട്ടോ മിസ്റ്റർ ആദം ലിയോ മാർക്കസ്. ഗുഡ്. അപ്പൊ ആദം, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിൽ എത്തിക്കണം. അതും ഡേവിഡിന്റെ കണ്ണിൽ പെടാതെ. ഇത് ചെയ്താൽ ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ആദമിന് ചെയ്തു തരാം. ഇറ്റ്സ് മൈ പ്രോമിസ്. തന്നെ ഇവിടുന്ന് ബാംഗ്ലൂർ എത്തിക്കാൻ എനിക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. ബട്ട് ഒരു പ്രശ്നമുണ്ട്.
എനിക്കാണെങ്കിൽ ഉപകാരം വേണ്ടേ ഇങ്ങനെ തന്നെ അവിടെ എത്തിച്ചിട്ട്. സോ കുറച്ച് ദിവസത്തേക്ക് താൻ വെയിറ്റ് ചെയ്യും. ജസ്റ്റ് ഒരു 4 ദിവസത്തേക്ക്. 4 days പറ്റില്ല. ഞാൻ അവിടുന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോവാനാ. എനിക്ക് ഈ നാടിനെ കുറിച്ച് ഒന്നും അറിയില്ല, ആരെയും കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം. തനിക്ക് അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ലീവ് മീ. ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. ഐ എം സോറി മിസ് നൂറിൻ ഇഫ. ഈ ഒരു മാൻഷനിലോട്ട് ആര് കയറിയാലും എപ്പോ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ദിസ് ഇസ് മൈ മാൻഷൻ. പിന്നെ ഒരു കാര്യം, നീ ശരിക്കും ഒന്ന് ഇരുത്തിയ ചിന്തിക്കേ. ഈ നാട്ടിനെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ എവിടെയാണെന്ന് പോലും നിനക്ക് അറിയില്ല. ഇവന്നോ നിന്നുള്ള ഒരു പാസ്പോർട്ട് പോലും ഇല്ല. സോ ശരിക്കും ആലോചിക്കേ. ഞാൻ തന്നെ നിന്നെ നേരിട്ടാക്കി തരും വിത്തിൻ 4 days. Shit, what the fuck? Noah, did you check the CCTV? Yes, sir. Madam, അത് പിന്നെ No, I don't have the fucking time. അവൾ എവിടെ പോയിന്ന് പറ. സാർ, മാഡം ഇന്നലെ ആദം സാറിന്റെ കാറിൽ കയറിപ്പോയി. ആദമിന്റെ കാറിലോ? Why she do that? അവൾക്ക് ആദമിനെ അറിയാവോ ഇതിനു മുമ്പ്? ആദം സാർ അറിയാതെയാ മാം കാറിൽ കയറിപ്പോയത്. ചിലപ്പോ എസ്കേപ്പ് ആവാൻ വേണ്ടിട്ടായിരിക്കും. അപ്പോൾ 100 ആദമിന്റെ മാൻഷനിലുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത് നോവ? ആ വഴി ഞാൻ അന്വേഷിച്ചു സാർ. പക്ഷെ ആദം സാറിന്റെ മാൻഷനിൽ ഇതുവരെ മാഡം എത്തിയിട്ടുള്ള ഒരു അറിവും കിട്ടിയിട്ടില്ല. ചിലപ്പോ മാം ഓൺ ദ വേ എവിടെന്നെങ്കിലും എസ്കേപ്പ് ആയിട്ടുണ്ടാവും. നോവ, എത്ര ആൾ എത്ര ഫോഴ്സ് വേണമെങ്കിലും നീ എടുത്തോ. ബട്ട് വിത്തിൻ 2 days നൂറ് നിഫ എന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. അവൾ ഈ മാൻഷനിൽ എത്തിയിരിക്കണം. ആൻഡ് ദിസ് ഇസ് മൈ ഓർഡർ. യെസ് ഐ വിൽ. നോവ, ഐ എം സോറി. ഞാൻ കാരണമല്ല നിനക്കിപ്പോൾ സാറിൻ്റെ നിന്ന് ചീത്ത കിട്ടിയേ. ഐ എം സോ സോറി. മാഡം അങ്ങനെ ചെയ്യുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഉറങ്ങാൻ പോയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് റൂമിൽ നിന്ന്. ഇറ്റ്സ് ഓക്കേ ജൂലി, ഞാൻ നോക്കിക്കോളാം. മാഡത്തിന് ഇവിടെ തിരിച്ചെത്തിച്ചിരിക്കും ഞാൻ. യു ക്യാൻ ഗോ. ഓ, ഏത് നേരത്താണാവോ ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ തോന്നിയത്. ആ ഡേവിഡിന്റെ അടുത്ത് തന്നെ നിന്നാ മതിയല്ലോ. അവിടെ ജോലി ചേച്ചികളും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ കുറെ തോക്കും പിടിച്ചിരിക്കുന്ന കുറെ പൊട്ടന്മാരല്ല ഒരു തെണ്ടികൾ ഇവിടെ ഇല്ലല്ലോ പടച്ചോനെ. അതെന്താ ഇതെന്താ വീട്ടിന്റെ അകത്ത് കാടോ? ഭ്രാന്താണ് പടച്ചോനെ. ഇത് കംപ്ലീറ്റ് ലോക്കാണല്ലോ. ഇതിന്റെ അകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ജയ്, ജയ്, Baby, tell me Jay. lies. Whisper them out to my Jay? body. Make me feel ഇതിനല്ലേ പറഞ്ഞത് ജയ് അങ്ങനെ ആൾക്ക് അടുക്കില്ലാന്ന്. ഇപ്പൊ എന്നോടോ? ജയ്, അവനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ സമയം പങ്കിടാൻ അവനിക്ക് ഒരു അവസരം നൽകിയേ പറ്റൂ നീ. ജയ്, ഇത് Ifa, are you okay? Alex, call the doctor. to the life I thought I wanted. I don't want it, and I can't see it all. There's It gonna start. could save me once I'm Luca, falling. get the car. Now I'm falling. Baby, tell me You are so sexy. Ah! Dad, what happened? Are you okay? Dad. I'm okay. Get the chopper right now. നമുക്ക് ഇവിടുന്ന് പോകണം. നമുക്ക് പെരിയനെ കാണാൻ പോകണം. For what, Papa? Do what I said. Doctor, she is all right? She is perfectly all right, sir. BP പെട്ടെന്ന് ഷൂട്ട് ആയതാണ്. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. റെസ്റ്റ് എടുക്കട്ടെ. താങ്ക്സ് ഡോക്ടർ. കം വിത്ത് മീ. But I still want it anyways. I'm addicted, need a fixin'. You're the drug I take. David, it's true. We can't abort this mission. But why? Because the destiny is already written, David. No way. You want to change it. No way, David. ഒരിക്കലും നമുക്ക് ആർക്കും വിധിയെ തടുക്കാൻ പറ്റില്ല. ഇത് ഓൾറെഡി എഴുതി വെച്ച കാര്യങ്ങളാണ്. തിരുത്തി കുറിക്കാൻ പറ്റുന്നത് തിരുത്തി കുറിക്കണം, ലിയാം. ഇറ്റ്സ് മൈ ഓർഡർ. തുടങ്ങി വെച്ചത് നമ്മളാണ്, ഡേവിഡ്. ഇത് നിർത്താൻ നമ്മളെ കൊണ്ടാവില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം അത് യാദൃശ്ചികമായി തന്നെ നടക്കണം. ലിസൺ ടു മീ കെയർഫുള്ളി, ഡേവിഡ്. ഈ ഒരു യാത്രയിൽ നൂറ് നിഫ എന്ന പെൺകുട്ടിക്ക് ഒന്നും വരില്ല. അത് 100% ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യും. അതുപോലെ ഡേവിഡ് ആന്റോണിക്ക്. മറിച്ച് സംഭവിച്ചാൽ ലിയാം മിക്കായൽ റിച്ചാർഡ്
ഈ ഭൂമിയിൽ പിന്നെ അവശേഷിക്കില്ല. Every night, my baby. Oh, oh, oh. I love the way you touch my body. Love the way you വിടില്ല, ഒന്നിനെയും വിടില്ല. കണക്ക് ചോദിച്ചിരിക്കും, കണക്ക് ചോദിക്കും. ആർ യു ഓക്കെ? I'm sorry. എന്തിന്? ഞാൻ കാരണം ആദമിന് ബുദ്ധിമുട്ടായില്ലേ, അതുകൊണ്ട്. താൻ ഇനി ആ ഭാഗത്തോട്ട് പോകരുത്. ദാറ്റ്സ് മൈ പേഴ്സണൽ പ്ലേസ്. താൻ എന്തിനാ പിന്നെ ഇപ്രാവശ്യം അങ്ങോട്ട് പോയത്? അതെനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ബോറടിച്ചു. എത്രയെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അടുത്ത് തന്നെ ഇരിക്കുക. ഡേവിഡിന്റെ അടുത്തായിരുന്നെങ്കിൽ എനിക്കൊരു ചേച്ചീനെ അറിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു മനുഷ്യന്മാരെയും കാണുന്നില്ല, കുറെ ബ്ലാക്ക് കാറ്റ്സ് അല്ലാതെ. ഇവിടെ ലേഡീസ് ആരും ഇല്ല. താൻ രാത്രി വരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇവിടെ ചുറ്റിക്കാണിക്കാം. ശരി. യുവി, മുകളിലത്തെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കും. താൻ അവിടെ പോയി ഫ്രഷ് ആയിക്കോ. ഡ്രസ് യുവി കൊണ്ടുവന്ന് വരും. താങ്ക്സ്. ഡേവിഡ് ഞാൻ ഇവിടെ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ ആദം? മേ ബി. വെറുതെ ഇരുന്ന് ബോറടിക്കുന്നല്ലോ. ആദം കഴിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവാം. ഇവിടുത്തെ കിച്ചൺ എവിടെയായിരിക്കും? കുക്കിങ്ങിൽ ചെയ്യാലോ. എക്സ്ക്യൂസ് മീ, ഡു യു നോ വേർ ഇസ് ദ കിച്ചൺ? I know, ma'am. I will take you there. Come with me. Okay, ma'am. This is the kitchen. Have your time. Okay, thanks, Yuvi. It's my pleasure, ma'am. If you need anything, just call me. I will wait outside. ആഹാ, നല്ല വിജലിപ്പച്ച കിച്ചൺ. ഇനിയിപ്പോ എന്തുണ്ടാക്കാം? എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയാ പോരെ, തിന്നാൻ പറ്റിയാ പോരെ. ആദ്യം എന്തുണ്ടാക്കണം എന്ന് തീരുമാനിക്കണേ മുമ്പ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കട്ടെ. ആഹാ, പെർഫെക്റ്റ്. ഒരു 10 minutes. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഫുഡ് ഓർഡർ ചെയ്യാം. ആദം പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ഫുഡ് ഓർഡർ ചെയ്യണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. യു? ഓക്കെ, ഒരു 10 minutes. ഞാൻ പോരാം. ഇതെല്ലാം താൻ ഉണ്ടാക്കിയതാണോ? ഐ ലവ് കുക്കിംഗ്. കഴിക്കും. ഇഫ് ഐ ഇരിക്കും. ഫുഡ് കൊള്ളാം. താങ്ക്സ് ഫോർ ദ ഡിന്നർ. കഴിച്ചു കഴിഞ്ഞെങ്കിൽ താൻ വാ, ഞാൻ ഇവിടേക്ക് കാണിച്ചു തരാം. നാളെ തനിക്കൊരു PA വരും. 4 ദിവസം കഴിഞ്ഞ് പോവാൻ പോകുന്ന എനിക്ക് എന്തിനാണ് ആദം PA? വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ കൂട്ടിക്കിടക്കുന്ന കടുവ ആദമിന്റേതാണോ? ജയ്, അതാണ് അവന്റെ പേര്. ഹീസ് മൈ വൺ ആൻഡ് ആർമി, മൈ സോൾമേറ്റ്. കടുവേനേക്കാണോ സോൾമേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നേ? ആദമിന് വട്ടായോ? ചില സമയത്ത് മനുഷ്യരെക്കാൾ വിശ്വസിക്കാം മിണ്ടാപ്രാണികളായ മൃഗങ്ങളെ. ഇത് ഞാൻ വേറെ എവിടെയോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് തന്റേതാണോ? ഇത് അല്ല, ഈ കടുവ എന്റേതാണ്. ജയ്, ഇതെന്താ കൂടെ കൊണ്ട് നടക്കുന്നേ? ചില സമയത്ത് മനുഷ്യരെക്കാൾ കൂട്ടുകൂടാൻ നല്ലത് വിശ്വസിക്കാൻ കഴിയുന്നത് മൃഗങ്ങളെ ആയിരിക്കും. അതാണ് എനിക്ക് ഇവൻ. വേറെ എന്തെങ്കിലും? അതെ അതെ. ഇഫ, എന്നെ വിട്ടു പോവല്ലേ പ്ലീസ്. ഇല്ല, പോവില്ല. കാം ഡൗൺ. ഓക്കെ, ഫൈൻ. ഞാനുണ്ട് കൂടെ. എന്നൊന്നും ചെയ്യരുത്. ഇത് ഇപ്പൊ ഇങ്ങനെ പേടിക്കല്ലേ, ഞാനുണ്ട് ഇവിടെ.
കാം ഡൗൺ. ആദം, ഞാൻ ഞാൻ ഇതൊക്കെ മുമ്പ് എവിടെ അനുഭവിച്ചിട്ടുണ്ട്? എനിക്കറിയില്ല. ഇഫ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഇപ്പൊ നീ ഉറങ്ങാൻ നോക്ക്, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ആദം, പ്ലീസ് പോവല്ലേ. സിറ്റ് വിത്ത് മീ until I sleep, please. ഓക്കെ, നീ കിടക്ക്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഡേവിഡ് സാർ, ആദം സാർ സഞ്ചരിച്ചിരുന്ന എല്ലാ വഴിയിലുള്ള CCTV ക്യാമറാസും ഞങ്ങൾ ചെക്ക് ചെയ്തു. ബട്ട് അതിലൊന്നിലും മാം പുറത്തിറങ്ങുന്ന വിഷ്വൽ ഇല്ല. ഐ തിങ്ക് ദാറ്റ് മാഡം ആദം സാറിന് മാൻഷനിൽ അയക്കാനുള്ള ചാൻസ് ഉണ്ട്. നോവ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. 2 ഡേയ്സിൽ നമുക്ക് നൂറിനെ വേണം. അവൾക്ക് ഹാലൂസിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേഞ്ചർനെസ് നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്. ഡേവിഡ്, ഇനിയും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ കാര്യമില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവൾ എനിക്ക് കിട്ടിയേ തീരൂ. വിത്തിൻ 2 days. മറ്റന്നാൾ അവൾ നിന്റെ മുമ്പിൽ എത്തിയിരിക്കും. ലിയാം, ഇറ്റ്സ് മൈ പ്രോമിസ്. ഇഫ, ഞാൻ ഓഫീസിൽ പോവാണ്. രാത്രി വരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യുവിനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ടേക്ക് കെയർ. അത് കഴിഞ്ഞിട്ട് അവൾ വിളിക്കാത്തതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ അങ്കിളിനെ വന്ന് കണ്ടത്. അപ്പോൾ അവള് മിസ്സായ കാര്യം അങ്കിൾ പറയുന്നത്. അവൾ ഇറ്റലിയിലാണെന്ന് പറഞ്ഞു, ഏതോ ഒരു പേഷ്യൻറ്റിൻ്റെ. പക്ഷെ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ അവൾ ക്യാരി ചെയ്യുന്ന കാര്യം ഞാൻ ഇതുവരെയും ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞില്ല. വൈദേഹി ഇത്ര ദിവസം കേട്ടാണോ ഇതിവിടെ വന്ന് പറയേണ്ടത്? അങ്കിളും ആൻറ്റിയും ഇവിടെ ഉണ്ടാവില്ലല്ലോ എപ്പോഴും. അതുകൊണ്ട് അവൾ ഇവിടുന്ന് മിസ്സായ കാര്യം നിങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ വരാതിരുന്നത്. പക്ഷേ അന്ന് കോൾ കട്ട് ചെയ്ത് പിന്നെ അവൾ കോണ്ടാക്ട് ചെയ്തിരുന്നപ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ അങ്കിളിനെ ഇന്ന് കോണ്ടാക്ട് ചെയ്തത്. നൂറുമോൾ അന്ന് കോണ്ടാക്ട് ചെയ്ത നമ്പർ വൈദേഹിയുടെ കയ്യിലുണ്ട്? ഉണ്ട് അങ്കിൾ. ഞാൻ അന്ന് അവൾ വിളിച്ചപ്പോൾ ഇറ്റലിയിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് വിളിച്ച നമ്പർ ഞാൻ നോക്കിയപ്പോൾ യെസ്, അത് ഇറ്റലിയിൽ തന്നെയായിരുന്നു. ഇതാണ് കോണ്ടാക്ട് ചെയ്ത നമ്പർ. താങ്ക് യു വൈദേഹി. ഞങ്ങൾ ഒരു ഹിഞ്ചും ഇല്ലാതെ നിൽക്കുമായിരുന്നു. താങ്ക് യു ഫോർ ദിസ് വാല്യുബിൾ ഇൻഫോർമേഷൻ. മോളെ ഞങ്ങൾ വീട്ടിലാക്കണോ? വേണ്ട അങ്കിൾ, ഇവിടെ അടുത്ത എൻ്റെ വീട്. ഞങ്ങൾ ഒരുമിച്ചാ പോയി വരാറ്. സാരമില്ല, ഞാൻ പോയിക്കോളാം. അവൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അങ്കിൾ. കുറേ ദിവസമായി കണ്ടിട്ട്. ഉറപ്പായിട്ടും വൈദേഹി, 2 ദിവസത്തിനുള്ളിൽ നൂറുമോൾ ഇവിടെ എത്തിയിരിക്കും. ശരി അങ്കിൾ, ഞാൻ ഒന്ന് ഇറങ്ങുന്നു. ബൈ, സീ യു. സിയാൻ, ഈ നമ്പർ എവിടെയാന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ നമ്മുടെ ആൾക്കാരോട്. ഓക്കെ. മാക്സ്, ഞാൻ പറയുന്ന കേക്ക്. ഇങ്ങനൊന്നും ചെയ്യണ്ട. സാർ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ നമുക്ക് വേറെ വഴി നോക്കാം. പറയുന്നത് കേക്ക് നീ. വേറൊരു വഴിയുമില്ല. ആദമിന് എങ്ങനെയെങ്കിലും മഴയ്ക്ക് എടുത്തേ പറ്റൂ. അതെന്റെ ആവശ്യമായിപ്പോയി. അപ്പം പറഞ്ഞ ആദ്യത്തെ കാര്യമാണ്. ഞാനത് നിഷേധിക്കില്ല. എന്നാലും ഒന്നും കൂടി ആലോചിച്ച് ചെയ്താൽ പോരെ മാക്സ്. ഇത് കുറച്ച് കടുങ്കയായി പോവില്ലേ? ഞാൻ പറഞ്ഞല്ലോ, പെരിയോൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ പപ്പ വയലന്റ് ആകും. പിന്നെ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് മാക്സ്. പക്ഷെ നീ കുറച്ച് ഡോസ് കുറച്ച് കൊടുക്ക്, അല്ലെങ്കിൽ സാറ് വല്ലാതെ വയലന്റ് ആകും. കഴിഞ്ഞു. ഡോ, ഇത് സ്വാഭാവികം എന്നതുപോലെ സാറിന് കൊണ്ടേ കൊടുക്കണം. തന്റെ മുഖത്തൊരു തരി പോലും പതർച്ച പാടില്ല, കേട്ടല്ലോ? ഓക്കെ മാഡം, അതുപോലെ ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. സർ, ജ്യൂസ്. താങ്ക്സ്. അവിടെ വെച്ചേര്. ഫെലിക്സ്, പെരിയോൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെ എനിക്ക് നാളെ തന്നെ കിട്ടിയിരിക്കണം. അതിനുള്ള ഏർപ്പാടുകൾ മാക്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പാപ്പ. ഹോ, കഴിഞ്ഞു. ഇനി ആദം വന്നാ മതി. എവിടെ പോയതാവോ? രാത്രി കുറെ ആയല്ലോ. എന്റെ തല. കണ്ണടക്കല്ലേ, കണ്ണ് തുറക്ക്. പറയുന്ന കേക്ക്. കണ്ണടക്കല്ലേ ആദം, കണ്ണടക്കല്ലേ. കണ്ണടക്കരുത്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ആദം, ആദം എന്താ ചെയ്യുന്നേ? വിട് ആദം.
ആദം ഇതൊന്നും വേണ്ട, പറയുന്ന കേക്ക് പ്ലീസ്. ഇതൊന്നും വേണ്ട ആദം. ഇവിടുന്ന് പോ. ഇവിടുന്ന് പോ. പോ ചെല്ലേ. ഗെറ്റ് ഔട്ട്. ഞാൻ പോവാം. ഞാൻ ഇപ്പൊ വരാം. വെയിറ്റ് ആക്ക്, ഒരു മിനിറ്റ്. What happened, madam? Why are you so exhausted? You will get this medicine immediately. Okay, ma'am, be cool. I will get this. 5 minutes. ആദം എഴുന്നേച്ചേ, ഈ മരുന്ന് കുടിക്കേ. പറഞ്ഞ കേക്ക്, എഴുന്നേക്ക്. കഴിച്ചു, ഇനി കുറച്ച് കഴിയുമ്പോ ഓക്കെ ആവും. നീ ഇവിടെ നിക്കണ്ട, പുറത്തു പോ ചെല്ലേ. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എഴുന്നേറ്റായിരുന്നോ? എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് തല മൊത്തം, എനിക്ക് ആകെക്കൂടെ എന്തോ പോലെ ഇരിക്കുന്നു. എനിക്ക് എന്താ പറ്റിയത്? ആദമിന്റെ ശരീരത്തില് ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള മരുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ മോർഫിനാണ് ഇപ്പൊ തന്നത്, അതിന്റെ സെഡേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തലവേദന ഉണ്ടാവും, ചുറ്റുമൊന്നും എന്തോ സ്റ്റഫ് എടുത്ത പോലെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മാറും. ആദം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ് ആദമും ഡേവിഡും തമ്മിലുള്ള പ്രശ്നം? നിങ്ങൾ ഇത്ര ശത്രുക്കളായത്? അതൊക്കെ വലിയ കഥയായി. ആദം പറഞ്ഞു, ഞാൻ കേക്കാം. ഞാനും ഡേവിഡും മുമ്പ് ഇതുപോലെ അല്ലായിരുന്നു. അവനും ഞാനും ഡേവിഡും ഓർഫനേജിലായിരുന്നു കേരളത്തില്. ഞങ്ങള് ജനിച്ച മുതൽ ഒന്നായിരുന്നു. എനിക്ക് അവനെനിക്കും മാത്രായിരുന്നു. തിന്നലും കുടിക്കലും ഉറങ്ങലും എല്ലാം എനിക്ക് അവനില്ലാതെ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറ്റലിക്കാരായ മാർക്കസ് പപ്പയും ജെനീഫർ മമ്മയും എന്നെ ദത്തെടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ അന്ന് ആദം മോനെ ഇങ്ങ് വന്നേ. ആദം ദേ നോക്കിയേ, ഇവരാരാണെന്ന് മനസ്സിലായോ? ഇവരാണ് മോനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നേ. ഇന്ന് മുതല് ഇവരായിരിക്കും മോന്റെ അച്ഛനും അമ്മയും. അതേലോ, മോനിങ് വന്നേ. എന്നാ മത്താൻ ഞങ്ങൾ ഇറങ്ങുവാണ്. മോനെ കൊണ്ടുപോവാണ്. പിന്നെ ഒരു സമരം. ഇനി മുതൽ മോൻ ഇവിടെയല്ല താമസിക്കാൻ പോകുന്നേ, വേറൊരു സ്ഥലത്താ. നമുക്ക് പോവാ എന്നാലേ. ആദം മോനെ, നമുക്ക് ഡേവിഡിനെ പിന്നെ എല്ലാ ദിവസവും വന്ന് കാണാലോ. ആദം മോനെ, അവിടെ കുറെ കളിപ്പാട്ടങ്ങളും കൊറേ ഉടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, കൊറേ ഭക്ഷണവും കിട്ടുമല്ലോ. മോൻ ചെല്ലേ. ആദം മമ്മി പറയട്ടെ. മാർക്കസ്, നമുക്ക് ഇവനെ കൂടെ കൂട്ടിയാലോ? ഞാൻ മദറിനോട് പോയി സംസാരിക്കട്ടെ. നീ വെയിറ്റ് ചെയ്യും. ഇത് കൊള്ളാലോ. ഇത്രക്ക് കൂട്ടായ നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ആയിത്തീരുന്നേ? അങ്ങനെ പപ്പയും അമ്മയും മദറിനോട് സംസാരിച്ച് ഒരാഴ്ചക്കുള്ളില് ഞങ്ങള് ഇറ്റലിയിൽ എത്തിയിരുന്നു. അങ്ങനെ ഇവിടെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം.
അങ്ങനെ കുറെ കഴിഞ്ഞു സ്റ്റഡീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മമ്മിയും പപ്പയും ഞങ്ങളും ഒന്നും ഏറ്റവും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം നടന്നത്. ഞങ്ങളുടെ ഇടയിലോട്ട് പുതിയൊരാള് വന്നത്. എൽസ, ഞങ്ങളുടെ കുഞ്ഞനിയത്തി. നിങ്ങൾ എത്ര സന്തോഷതയാന്നറിയാവോ? എൽസ, പപ്പയ്ക്കും അമ്മയ്ക്കും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ എല്ലാവരുടെയും മാലാഖയായിരുന്നു. അപ്പോ ആദമിന് സിസ്റ്റർ ഉണ്ടോ? ഉണ്ടായിരുന്നു. അവള് വന്നതിന് ശേഷം ഫാമിലി ഫുൾ ഓൺ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് 12 വയസ്സാവുന്നത്. അന്നത്തെ ബർത്ത്ഡേ അന്ന് ഇച്ചായന്ന് പോണെന്ന് നിർബന്ധാണോ? പോയേ പറ്റൂ. അർജന്റ് മീറ്റിംഗ് ആയതുകൊണ്ടാ. ഇച്ചാൻ ബർത്ത്ഡേ പാർട്ടിക്ക് ഉള്ളിൽ മുമ്പ് എത്തിയിരിക്കും. വേഗം വരണോട്ടോ. വേഗം എത്തൂട്ടോ എൽസ. ഇവിടെ ഡെവി ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും. നീ ഇറങ്ങാറായോ ആദ്യം? ഇറങ്ങാറായി. ഞാൻ രാത്രിക്കുള്ളിൽ തിരിച്ചെത്തും. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്, അറിയാലോ. ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല. അന്ന് ഞാൻ എന്റെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വീട്ടില് വാതിലൊക്കെ തുറന്നു കൊടുക്കായിരുന്നു. ഒരു ഫെസ്റ്റീവ് മൂഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ അകത്ത് കയറിയപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അകത്ത് കണ്ടത്? അന്ന് ഞാൻ കണ്ടത് എന്റെ അപ്പയുടെ തലയില് ഗൺ ഷോട്ട് ഏറ്റു. അമ്മയുടെ വയറ്റില് എന്റെ എൽസ ആരൊക്കെയോ ഏതോ പിക്ചേഴ്സ് അവളെ റേപ്പ് ചെയ്തു. പക്ഷെ ഇതില് ആദം എന്തിനാ ഡെവീനെ? എനിക്ക് മനസ്സിലായില്ല. അവൻ പണ്ട് മുതലേ ഞങ്ങൾ അറിയാതെ ഡാർക്ക് മാജിക്, ഫാന്റസി എന്തിന്റെയൊക്കെയോ റിച്വൽസ് നടക്കുന്ന പാർട്ടീസിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ദ ലീഡർ. ഇത് ആരും അറിഞ്ഞിരുന്നില്ല. അവനായിട്ട് പുറത്തിറക്കിയ ആരോ ആയിരുന്നു അന്ന് ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അവൻ കാരണമല്ലേ എന്റെ ഫാമിലി എനിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ എന്നാലും ആദം എവിടെ എന്തോ ഒരു അവന്റെ കൂട്ടാളികൾ തന്നെയാ എന്നോട് അങ്ങനെ പറഞ്ഞത്. ആൻഡ് ഐ ട്രസ്റ്റ് ദം ബിക്കോസ് കൊല്ലൊക്കെ ചെയ്തിട്ടാ അവന്മാരെ കൊണ്ട് ഞാനത് പറയിപ്പിച്ചത്. ഓരോരുത്തരത്തെ നോക്കിയ ഡേവിഡ് ആണ് എല്ലാത്തിലും കാരണം. എന്റെ ഫാമിലി എനിക്ക് നഷ്ടപ്പെടാനുള്ള കാരണം. അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നേ. അവനേക്കാൾ മുന്നിൽ എനിക്ക് എത്തിയിരുന്നു എന്റെ എൽസ മോള്. ആദം, സ്ട്രെയിൻ എടുക്കേണ്ട, കിടന്നോളൂ. മോർഫിന്റെ ഡോസ് കുറഞ്ഞു വരികയാ. നിങ്ങൾ തമ്മിലുള്ള ശത്രുത അതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. എന്തോ സത്യം മറന്നു കിടക്കുന്നുണ്ട്. ആദം, ഞാൻ ഒന്ന് വീട്ടിലോട്ട് വിളിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീതൻ, എന്നെ നഷ്ടപ്പെടാൻ ഒരു അവസരം ലഭിച്ചാൽ എന്നെ നീ നഷ്ടപ്പെടുത്തൂ? അവകാശം ചോദിച്ചു നാവ് ഞാൻ സാമ്രാജ്യത്തിന്റെ യുവരാജാവ്. ഞാൻ എന്തിനാന്നറിയാവോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അറിയില്ല. ഇല്ല. എന്തു പറ്റി ഇഫ? ആദം, നീ ഈദൻ? ഇഫ, അലക്സ് വണ്ടി എടുക്ക്, ഡേവിഡിന് വീട്ടിൽ പോണം. വാട്ട് ഹാപ്പൻ സർ? ഇവൾക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അവനിക്ക് മാത്രമേ പറയാൻ പറ്റൂ. സാർ, നമ്മളിപ്പോ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പ്ലാൻസ് ജസ്റ്റ് ബുൾഷിറ്റ്. നീ വണ്ടി എടുക്ക്, എനിക്കിപ്പോ അവനെ കാണണം. I don't have any excuses in her life because I love her. ഡേവിഡ് സാർ, കാർ റെഡിയാണോ? സാർ, നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആലോചിച്ച് പോയാ പോരെ ആദം സാറ് മാൻഷനിലോട്ട്? അവന്റെ മാൻഷനിലോട്ട് പോവാൻ ഞാൻ എന്തിനാണ് നോവ പേടിക്കേണ്ടത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ വണ്ടി എടുക്ക്. ആദം സാർ, ഡേവിഡ്. കർത്താവേ, ഡേവിഡ്, ഞാൻ നിന്നെ കാണാൻ വന്നതല്ല. എനിക്കറിയണം
നൂറും നിഫയ്ക്ക് എന്താ സംഭവിച്ചത്? നീ അവളെ എന്താ ചെയ്തിരിക്കുന്നേ? ഞാൻ അങ്ങനെ പലതും ചെയ്യും. അത് കണ്ണീ കണ്ടവരോടൊന്നും വിവരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഡേവിഡ് ഒന്ന് നിർത്ത്. ആദം സാർ എന്തിനാ വന്നേ? അതാദ്യം പറ. നൂറും നിഫ ഇവിടെ ഉണ്ടായിരുന്നത്. അവളിപ്പോ എന്റെ കൂടെയാ. അവൾ 2 ദിവസമായിട്ട് അപ്പ ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുക. അൺകോൺഷ്യസ് ആവുന്നുണ്ട്. അതിന് റീസൺ ആണ് എനിക്കറിയേണ്ടത്. ഏതോ ഡെത്ത് നോട്ട് ഉണ്ടല്ലോ, അതിനു വേണ്ടി ആ കൊണ്ടതെന്ന് നിനക്ക് അവളിനോട് പറഞ്ഞിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അബോധാവസ്ഥയിൽ അവള് ഈതൻ അങ്ങനെ എന്തൊക്കെ കുറെ പേരുകളും പറയുന്നുണ്ടായിരുന്നു. ഡേവിഡ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൾക്ക് ആലുസിനേഷൻ ഇലൂഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഡേഞ്ചറസ് ഉള്ള സിറ്റുവേഷനാ. ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ ആദം, അവളിപ്പോ എവിടെയുണ്ട്? മാൻഷനിലുണ്ട്. നോവ, വണ്ടി എടുക്ക. Who are you? ഞാൻ നൂർ നിഫയുടെ ഫാദറാണ്, സക്കറിയ. എന്റെ മോൾ എവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവളൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ വന്നേ. നൂർ നിഫയോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് നോവ? അവര് വരുന്നത് ഇവിടെ ഉണ്ടെന്നല്ലേ? ഒന്ന് നോക്കിട്ട് പോട്ടെ. ഇവിടെ അങ്ങനെ ഒരാളില്ല സാർ. നോവ, വേണ്ട. നൂർ നിഫ ഇത്രയും ദിവസം എന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നേ. ഇപ്പൊ വേറൊരു സ്ഥലത്താ. ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നേ. താങ്കൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. അലക്സ്, what the hell is happening here? ഇവിടെ എന്താ പറ്റിയത്? ഇഫ എവിടെ? സർ, ഒരു 10 മിനിറ്റ് ഞാൻ CCTV ചെക്ക് ചെയ്തിട്ട് എന്താന്ന് പറയാം. ആദം സർ, ഇത് നോക്കി. ഇത്ര ഉണ്ടെന്ന് എഴുന്നേറ്റോ? എന്നെ എഴുന്നേപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോവായിരുന്നു. നിങ്ങളൊക്കെ ആരാ? ആദം എവിടെ? ആദം! അയ്യോ, വിളിച്ചിട്ട് കാര്യമില്ല. ഈ വീട്ടിൽ ആരില്ല. ആ കൊച്ചിന്റെ ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടേ? യുവി! ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. ഫെലിക്സ്, അവളെ എടുത്തിട്ട് വാ. യെസ് പപ്പ. വേണ്ട. മിണ്ടാതെ കുറച്ചേരം ഉറങ്ങിക്കോ. What the hell, Alex? എന്നോട് പറയില്ല സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണമെന്ന്. എന്റെ കിടക്കുന്നത് നോക്കെല്ലാവരും. ഇപ്പൊ അങ്ങനെ റേസ് ആവേണ്ട സമയമല്ല. ആദം, ഡേവിഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ നൂറിനെ. ഇത് വിക്ടർ ആണ്, വിക്ടർ നെൽസൺ. ഐസക്കിന് അറിയാവോ ഇവൻ ആരാണെന്ന്? VT ഗ്രൂപ്പ്സിന്റെ MD ആണ്. നോവ അവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അന്വേഷിച്ച് നൂറിനെ കണ്ടുപിടിക്കും. സർ, മാമിന്റെ ട്രാക്കിൽ നിന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. കാലാബ്രിയ എന്നുള്ള സ്ഥലത്താണ്, ഇവിടെ അടുത്താണ്. വണ്ടി എടുക്ക്. ആദം, അതേ സ്ഥലത്ത് തന്നെയാണ് വിക്ടറിന്റെ മാൻഷൻ ഉള്ളത്. ആദം, ഡേവിഡ്, ഇതാണ് വിക്ടറിന്റെ മാൻഷൻ. വാ, നമുക്ക് അകത്ത് കയറാം. ഇതാണ് ശബ്ദം. എന്റെ മോള്. പറയ്, ലാസ്റ്റ് ചാൻസ് ആണ്. ഐ വാണ്ട് എ ക്ലിയർ ആൻസർ. ആര് പറഞ്ഞിട്ടാ നിങ്ങളെ തട്ടിക്കൊണ്ടുവന്നത്? അല്ലെങ്കിൽ തന്തയോട് പറഞ്ഞഴിച്ച പോലെ മോനെ അയക്കും ഞാൻ. നൂർ നിഫ്രല്ല, എസ്തർ ഡൊമിനിക്.